നമ്മൾ വളരെ വേഗം കർത്താവിൻ്റെ വചനത്തിലേക്ക് പോകാം. വചന ശുശ്രൂഷയുടെ നടുവിലാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. സ്തോത്രം. വചനത്താൽ ലഭിക്കുന്ന വിടുതൽ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചുകൊണ്ടുള്ളവരാണ് ദൈവമക്കൾ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. മതി. ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ സഭയ്ക്ക് കൊടുക്കുന്ന അതിശക്തമേറിയ സന്ദേശത്തിലെ 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. 15-ാം അധ്യായത്തിൽ പൗലോസ്, സ്തോത്രം, ക്രിസ്തു നിദ്ര കൊണ്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും ക്രിസ്തു നിദ്ര കൊണ്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണെന്നും വിശ്വാസം വ്യർത്ഥമാണെന്നും ഒക്കെ പറഞ്ഞ് നമുക്ക് മുന്നോടിയായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നും നമ്മളിനി ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്നൊക്കെ ചോദിച്ചു വരുന്നൊരു ദിവസം വരുന്നെന്നും യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രമെന്നും ഒക്കെ പൗലോസ് കൊരിന്തിലെ സഭയെ മരണാനന്തര സംഭവങ്ങളെ, നടക്കാൻ പോകുന്ന സംഭവങ്ങളെ പൗലോസ് വിവരിച്ചെഴുതുന്നതാണ് 15-ാം അധ്യായം. 16-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുക, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ, വായിച്ച മോളെ, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ എന്ന് പറഞ്ഞ വിശുദ്ധന്മാരുടെ ധർമ്മശേഖരണത്തില് ഗലാത്യ സഭയോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങളും ചെയ്തോളാനാണ് കൊരിന്തിലെ സഭയോട് പൗലോസ് വെളിപ്പെടുത്തുന്നത്. താഴോട്ട് സ്തോത്രം വായിക്കുമ്പം കർത്താവിന് സ്തോത്രം, 7-ാമത്തെ വാക്യം, കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടുകൂടെ പാർപ്പാൻ ആശിക്കുന്നത് കൊണ്ട്. ദൈവമക്കൾ എപ്പോഴും പറയുന്നൊരു പദമാണ്, സ്തോത്രം, നാളെ കുഞ്ഞിന്റെ വിവാഹമാണ്. പക്ഷെ ഒരു ആത്മീകര് പറയുവാണ്, കർത്താവ് അനുവദിച്ചാൽ നാളെ കുഞ്ഞിന്റെ വിവാഹമാണ്. അപ്പൊ എല്ലാത്തിനും ആരുടെ അനുവാദം വേണം? ഒത്തുപോലെ ചിന്തിക്കുന്ന എല്ലാം കൂടെ ചെയ്തു കൂട്ടുകയൊന്നും ചെയ്യരുത്. മേളിൽ നിന്ന് ദൈവത്തിന്റെ അനുവാദം വാങ്ങിക്കണം. ഹല്ലേലൂയ. അനുവാദം വാങ്ങിക്കാതെ എന്തോ ചെയ്തു തുടങ്ങിയാലും ആ ചെയ്യുന്നതൊക്കെ പരാജയപ്പെട്ടു പോകും. എന്നാൽ അനുവാദം വാങ്ങിച്ചൊരു കാര്യം ചെയ്താൽ അത് ഭയങ്കര അനുഗ്രഹമാണ്. അവിടെ വായിക്കുക, കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോട് കൂടെ പാർപ്പാൻ ആശിക്കുന്നത് കൊണ്ട്. എനിക്ക് ആശയുണ്ട്, ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകും വഴിയിൽ അല്ല നിങ്ങളെ കാണുവാൻ ഇച്ഛിക്കുന്നത്. എഫെസോസിൽ ഞാൻ പെന്തക്കോസ് വരെ പാർക്കും. എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. പെന്തക്കോസ് വരെ പാർക്കും. അതിന്റെ കാരണം എന്താ? എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും പലർ ഉണ്ട്. പ്രാർത്ഥിച്ചോണം, എതിരാളികൾ ഒത്തിരി ഉണ്ട്. സ്തോത്രം. എന്നിട്ട് പിന്നെ ദൈവത്തിന് സ്തോത്രം, തിമത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവിൻ. എന്നെ പോലെ തന്നെ അവൻ കർത്താവിന്റെ വേല ചെയ്യുന്നവല്ലോ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊരിന്തിലെ സഭയോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽക്കണം, പുരുഷത്വം കാണിക്കണം, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഇവിടെ പൗലോസ് കൊരിന്തിലെ സഭയോട് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞ ഭാഗം. എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങല്ലെന്നല്ല. യോവാസ് പറഞ്ഞു ഉണർന്നിരിക്കണം, അതല്ല അവിടുത്തെ സബ്ജക്റ്റ്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞാൻ കുറേ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരിക്കലൊരു രാജ്യത്തൂടെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ അവിടുത്തെ പാസ്റ്റർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ ആ പാസ്റ്റർ എന്നെ അവിടെ ഒരു വലിയ ചർച്ച് കാണിച്ചു, വലിയൊരു പള്ളി. ആ പള്ളി ഇപ്പം ബാറാ. കാരണം ആ പള്ളി ഒരു കാലത്ത് വലിയ ഉണർവ് നടന്ന പള്ളിയാണ്. ഇപ്പം ആരും ആ പള്ളി പോകുന്നില്ലാത്തതുകൊണ്ട് പള്ളിക്കാരെല്ലാം കൂടെ ആ പള്ളി ആർക്ക് വിറ്റു? ബാർ. ഞാൻ നിങ്ങളോട് വലിയൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ ഓർത്തു ഒരു പള്ളി മാത്രമേ ബാറിന് വിറ്റിട്ടുള്ളത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ചോദിച്ചു, കഷ്ടമായി പോയല്ലോ. എന്നോട് പറഞ്ഞ് കഷ്ടമൊന്നുമല്ല, ഇവിടുത്തെ ഒത്തിരി പള്ളികൾ ഇപ്പം ബാറും ഡാൻസ് കളിക്കുന്ന സ്ഥലവും സ്കൂളും ഒക്കെ ആക്കി മാറ്റി. ഞാൻ ചോദിച്ചു, എന്നാ കാര്യം?
ആർക്കും പള്ളി പോകാൻ നേരമില്ല, പള്ളിയിലും പോകുന്നില്ല. സ്തോത്രം. ഇവിടെ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. വല്ലപ്പോഴും ഉണർന്നാ പോരാ. ഒരാൾ യേശുവിനെ കാണുന്ന നാള് മുതൽ അവൻ സ്വർഗത്തിലെത്തുന്നിടം വരെ അവൻ്റെ ഉള്ളിൽ ഉണർവ് കെടാതെ സൂക്ഷിക്കണം. ഉണർവ് കെടാതെ സൂക്ഷിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിലർ കണ്ടിട്ട് ഒരാഴ്ച ഭയങ്കര ഉണർവാകും, യോഗം തുടങ്ങുന്നതിന് മുമ്പേ വരുന്നു, സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, പാടുന്നു, പ്രസംഗം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞാൽ പോകത്തു. പക്ഷെ 2-3 ആഴ്ച കഴിഞ്ഞപ്പം ലേറ്റായിട്ട് വരാൻ തുടങ്ങി, പിന്നെ നേരത്തെ പോകാൻ തുടങ്ങി. അയ്യോ, വീട്ടിൽ നിന്ന് വിളിക്കുന്നു, ഇപ്പം അമ്മയ്ക്ക് 12:30 ചോറ് കൊടുക്കണം. ആ അമ്മ തന്നെയാണ് മിനിഞ്ഞാന്ന് 3:30 ചോറ് മോൻ ചെന്നിട്ട് കൊടുത്തേ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പം എവിടെ കുഴപ്പം പറ്റിയേക്കുന്നേ? ഒത്തിരി പേരുടെ ആത്മിക ജീവിതം മുരടിച്ചു പോയി. ആമേ സ്തോത്രം. ഒത്തിരി പേരുടെ ആത്മിക ജീവിതം സ്തോത്രം മരവിച്ചു പോയി. ഒത്തിരി പേരുടെ ആത്മിക ജീവിതം മന്ദതയിലായിപ്പോയി. ഞാൻ നിങ്ങളോട് പറയാം, യേശുക്രിസ്തുവിനെ രക്ഷകനായ ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അണയാത്തൊരു തീ അവൻ്റെ അകത്തുണ്ടാകണം. അതാണ് ഉണർന്നിരിക്കുന്ന അനുഭവം. എത്ര പേര് ആമീൻ പറയും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ഈ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിൾ പഠിപ്പിക്കുന്ന ഹൃദയം ഉണർന്നിരിക്കണമെന്ന്. എന്തുവാ? ഉത്തമഗീതങ്ങൾക്കകത്തൊരു വാക്യമുണ്ട്, ഞാൻ ഉറങ്ങുന്നെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം കേൾക്കാൻ. അപ്പൊ അതിനർത്ഥം രാത്രി ഉറങ്ങുന്നില്ലെന്നല്ല. ആമീൻ സ്തോത്രം, ഉറങ്ങുന്നുണ്ട്. ഞാൻ ബാക്കിയൊക്കെ താഴോട്ട് വരുമ്പോൾ വായിപ്പിക്കാം, ഇപ്പം കണ്ടുപിടിക്കണമെന്നില്ല. ആ ഭാഗത്തോട്ട് വരുമ്പോൾ ഞാൻ ഓർമ്മിക്കും. അപ്പം നമ്മൾ ഉറങ്ങുന്നെങ്കിൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഉണർവുള്ള ഹൃദയങ്ങളിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. നമുക്ക് വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ആത്മീക പരാജയത്തെയാണ് പരിശുദ്ധാത്മാവ് തൊട്ടുണർത്താൻ പോകുന്നത്. നിങ്ങളെ ഒന്ന് ഉണർത്തിക്കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് പ്ലാനുണ്ട്. ഒരാൾ ആത്മിക മന്ദതയേറ്റാൽ, ആത്മിക മുരടിപ്പ് വന്നാൽ, ആത്മിക നിർജീവാവസ്ഥ വന്നാൽ അതിൻ്റെ അർത്ഥം അവൻ പരാജയപ്പെടാൻ തുടങ്ങിയെന്നാണ്. എത്ര കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ആത്മിക ജീവിതം ആളിക്കത്തുന്ന തീ പോലെ നിങ്ങളുടെ അകത്ത് സൂക്ഷിക്കണം. അത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഞാൻ വചന വെളിപ്പാടിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിച്ചുകൊണ്ട് ധ്യാനം തുടങ്ങാം. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. കിട്ടിയെങ്കിലും ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? ഹല്ലേലൂയ. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. അപ്പൊ നമ്മൾ ശേഷമുള്ള മനുഷ്യരെ പോലെ സുബോധമുള്ളവരായിട്ടും ഉണർന്നു വിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നില്ലെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഉറങ്ങുന്നെങ്കിലും നമ്മുടെ ഹൃദയം എന്ത് ചെയ്തിരിക്കുക? ഉണർന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ ഹൃദയം ദൈവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ വെളിപ്പാട് പുസ്തകത്തിൽ സർദീസിലെ സഭയെന്നൊരു സഭയോട് 3-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ സർദീസിലെ സഭയോട് വെളിപ്പാട് പറയുമ്പം ജീവനുള്ളവനെന്ന് 3-ാം അധ്യായം 1-2 വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം. സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക. ദൈവത്തിന്റെ 7-ാം ആവും 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുൾ ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. പരിശുദ്ധാത്മാവ് വിരളിച്ചു കൊണ്ടുപോവാ. സർദീസിലെ സഭയോട് പറയാ, നിങ്ങൾക്ക് ജീവനുണ്ട്, പക്ഷേ മരിച്ച. സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായി. യോഗത്തിന് വന്നിരിക്കുന്നുണ്ട്, ഒരു സ്തോത്രവും ഇല്ല, ഒരു ഹല്ലേലൂയയും ഇല്ല, മരിച്ച അവസ്ഥയാണ്. ഞാൻ 8 പേരുള്ള അംഗങ്ങളുള്ളൊരു വീട്ടിൽ കുറച്ച് ദിവസം മുമ്പേ പ്രാർത്ഥിക്കാനിടയായി. ഞാൻ ആ വീട്ടിലെ 20 മിനിറ്റ് പ്രാർത്ഥിച്ചു. ആ 8 പേരിൽ ഒരാൾ പോലും ഒരു സ്തോത്രം പോലും പറഞ്ഞില്ല. ഞാൻ പോയി ഇറങ്ങാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അലർജി ഉണ്ടോ? ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതല്ല, ഇത് പിന്നെ എന്നാ സ്തോത്രം പറയുന്നതിന് കാണുന്നില്ലല്ലോ, മിണ്ടുന്നില്ല.
പണ്ട് ഞാനും ഒരാളും കൂടെ കഴിക്കാനിരുന്നപ്പം പുള്ളി നാരങ്ങ കൂട്ടുന്നില്ല. ഞാൻ ചോദിച്ചു, എന്നാ നാരങ്ങ കൂട്ടാത്ത? കൂട്ടാൻ ഒക്കത്തില്ല, കാരണം എന്നെ ഒരാൾ തൊട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ചിലർക്കൊക്കെ സ്തോത്രം പറയുന്ന പറയാൻ അലർജിയാണ്. പറഞ്ഞു ഞങ്ങളവിടെ വന്നിരുന്നപ്പം ഭയങ്കര ബഹളമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് എഴുന്നേറ്റ് പോകുന്നത് തന്നെയാണല്ലേ. അപ്പൊ ഇവിടെ എന്താ പഠിപ്പിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടിരുന്നത്. ഒരുവന്റെ അകത്തെ ഉണർവ് നഷ്ടപ്പെട്ടാൽ അവൻ തനിയെ ബന്ധിക്കപ്പെടും. അതുകൊണ്ടാണ് ഇന്ന് ആത്മീയ കോളത്തിൽ പലരും ബന്ധിക്കപ്പെട്ടു പോയത്. പിതാക്കന്മാരുടെ കാലം നിങ്ങൾക്കറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. ഒരാളുടെ ശരീരത്തിൽ ഞായറാഴ്ച വൈകിട്ടൊരു രോഗം വന്നാൽ ആ വീട്ടുകാരൻ പറയും, ശനിയാഴ്ച രാത്രി വരെ നിനക്ക് ആയുസ്സു. എന്താ? ഞായറാഴ്ചത്തെ സഭായോഗത്തിൽ സൗഖ്യമാവും. അതെന്താ കാര്യം? അണയ്ക്കാൻ പറ്റാത്ത ഉണർവാ. അങ്ങനെ ഉണർവിൽ നിന്ന ജനറേഷൻ, ആ അപ്പന്റെ മക്കൾ ഇന്ന് പള്ളി കയറുകയല്ല, അവിടെ വിടുന്നില്ല. ഞാനൊരിക്കലും ഒരു യോഗം കഴിഞ്ഞ് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു പെന്തിക്കോസുകാരൻ പയ്യൻ വഴി നിൽക്കുന്നു. ഞാൻ വണ്ടി നിർത്തി. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? വണ്ടി അപകടമാണെന്ന്. ഒന്നുമല്ല, ചുമ്മാതെ സ്വതന്ത്രം വള്ളംകളി നടക്കുക, കാണാൻ പോവാന്ന്. ഞാൻ പറഞ്ഞു, അവിടെ ഞായറാഴ്ചയല്ലയോ? ഞാൻ എന്നെ പള്ളി പോക്ക് നിർത്തി. അവിടെ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വരുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കണം. ഇങ്ങനെ പോയാൽ വെളിരാജ്യത്ത് മാത്രമല്ല, ഇവിടെയും പള്ളികളൊക്കെ പൂട്ടേണ്ടി വരും. അവിടെ മിണ്ടുന്നില്ല. ഇപ്പൊ തന്നെ പിള്ളേരെല്ലാം പഠിച്ചു UK-ക്കും അമേരിക്കയ്ക്കും കാനഡയ്ക്കും പോയി. അപ്പച്ചനും അമ്മച്ചിയാ വീട്ടിലുള്ളൂ. അവർക്ക് കാലും കൈയും കോച്ചി പിടിക്കുക. നമ്മളാരും മിണ്ടുന്നില്ല. എവിടെ വരുന്ന പ്രശ്നം എന്താണെന്നറിയോ? അമ്മേ, ഞാൻ ഇന്നലെ 107 വയസ്സുള്ള ഒരു അമ്മച്ചി ഒരു പാട്ടില്ല ലൈൻ തട്ടാതെ കൈയടിച്ച് പാടുന്ന ഒരു വീഡിയോ കണ്ടു. വേണ്ട, മിണ്ടുന്നില്ല. 60 വയസ്സുള്ള നിനക്ക് കോച്ചിപ്പിടുത്തമാണെന്നാ പറയുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാനിത് എവിടെ പ്രശ്നം മനസ്സിലായോ? നിന്നിൽ ബാധിച്ചിരിക്കുന്ന പുഴുക്കുത്ത് ഇന്ന് എടുത്തു കളയണം. നിന്റെ ആത്മീകത്തെ സാത്താൻ കയറി വല്ലാതെ ബാധിച്ചിരിക്കുക. ആ കെട്ടുന്ന് പൊട്ടിയാൽ നിന്റെ വീടിനകത്തുനിന്ന് ഉണർവ് പൊട്ടിപ്പുറപ്പെടും. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ജീവൻ ഉള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നു കൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. പരിശുദ്ധാത്മാവ് പറയാ, ഉണർന്നു. നിന്റെ വീടിന്റെ കുരുക്കഴിയും. ഇപ്പൊ നിന്നെ ബന്ധിച്ചിട്ടേക്കുക. ആത്മാവ് പറഞ്ഞത്, ഉണർന്നു. നിന്റെ ആത്മീക മുരടിപ്പ് മാറട്ടെ. നിന്റെ അകത്തുനിന്ന് ജീവന്റെ തുടിപ്പ്. ഓ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഞങ്ങളുടെ ഒരാളെ കിട്ടിയാൽ അവനെ പാട്ടുപാടിയും സ്തോത്രം ചെയ്യിച്ചും ഉപവസിപ്പിച്ചും പ്രാർത്ഥിപ്പിച്ചും അവന്റെ സ്പിരിച്വൽ ലെവലിൽ ഞങ്ങൾ പൊക്കും. ഒരാമീൻ വരുന്നില്ല. അമ്മി സ്തോത്രം. പാസ്റ്ററെ, എന്നെ പൊക്കിയില്ലല്ലോ. ഞാൻ യോഗം വെച്ചപ്പോ നീ എവിടെ പോയായിരുന്നു? കനവക്കുന്ന് കൊട്ടാരത്തിന്റെ വടി കൊടുക്കണം നടന്നാൽ ഈ അഭിഷേകം മുതുകുകയല്ല. പിടി കിട്ടിയോ? അത് പാസ്റ്റർ എന്നെ വിളിച്ചോ? സൗകര്യമില്ലായിരുന്നു, വേണേ വരണോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. എന്താ ഇവിടുത്തെ ദൂത്? ശ്രദ്ധിക്കണം. ആത്മീക ജീവിതം ശരിയായാൽ ലൈഫ് മൊത്തം ശരിയാവും. ഒരാമയും വരുന്നില്ല. ഇന്ന് പകൽ നിന്നെ ഏതു ബന്ധനം പൊട്ടാൻ തമ്പുരാൻ നിന്നെ ഒന്ന് ഉണർത്തിയാ മതി. നീ ഒന്ന് ഉണർന്നാ മതി. ഓ ഹല്ലേലൂയ. ആരും തലേ കൈവെക്കണ്ട, നിന്റെ ബന്ധനം അഴിയും. നീ ഒന്ന് ഉണർന്നാ മതി. സ്തോത്രം. നമ്മൾ വേദപുസ്തക വെളിപ്പാടിലോട്ട് വരിക. സ്തോത്രം. എനിക്ക് ദൈവാത്മാവ് തന്നൊരു ബോധ്യം, ഈ ദിവസങ്ങളിൽ ചിലരെ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്താൻ പോകും. ഗ്ലോറി ടു ഗോഡ്. നിന്റെ വീടിനകത്ത് മരിച്ച ചില അവസ്ഥ, നിർജീവമായി പോയ ചില അവസ്ഥകളെ എൻ്റെ ദൈവം തട്ടി ഉണർത്താൻ പോവുക. വിലപിച്ച നിന്റെ വീടിനകത്ത് സന്തോഷം പൊട്ടി പുറപ്പെടത്തക്ക രീതിയിൽ ദൈവം നിന്റെ കുടുംബത്തിനകത്ത് ചിലതിനെ ഉണർത്താൻ പോകുകയാ. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. നഷ്ടപ്പെട്ടെന്ന് പോയെന്ന് പറഞ്ഞ കാര്യം ദൈവം പറയാ, പോയിട്ടില്ല, നീ ഒന്ന് ഉണർന്നാ മതി. ദൈവത്തിന് അതിനെ ഉണർത്താൻ പറ്റും.
വേദപുസ്തക വെളിപ്പാടിലോട്ട് ഞാൻ വരാം. ദൈവത്തിന് സ്തോത്രം. ചില നിർജീവമായി പോയതിനെ എൻ്റെ ദൈവം ഉണർത്താൻ പോവുക. നിന്റെ ആത്മീക ജീവിതത്തിലെ പരാജയത്തെ മാറ്റാൻ പോകുകയാ. അത് വിശ്വാസ കണ്ണാൽ കണ്ടോണ്ട് സ്തോത്രം ചെയ്താൽ. ഒരു വാക്യം നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് വായിക്കണം. ബൈബിൾ തുറക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്തു കടന്നു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങെത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്തു ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാലേ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു. ഇതാരുടെ കാര്യ? പള്ളിപ്രമാണിയായ യായിറോസിന്റെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ്. സ്തോത്രം. നമുക്കറിയാം, യായിറോസിന്റെ കുട്ടി മരിച്ചു. യായിറോസ് യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ കുട്ടിയെ കർത്താവൊന്ന് തൊടാൻ യേശു ആ വീട്ടിൽ വന്ന ചരിത്രം വായിച്ച്, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എല്ലാവരെയും യേശു കൊണ്ടു കയറിയില്ല. എന്നാൽ 3 പേരെ മാത്രം യേശു കൊണ്ടു കയറി. ആരൊക്കെയാണ്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ആ 3 പേരെ മാത്രം യേശു കൊണ്ടുകയറി. എന്നിട്ട് എല്ലാവരും കരയുമ്പോൾ യേശു പറയുക, കരയണ്ട, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. യായിറോസിന്റെ വീട്ടുകാരുടെ കണ്ണിക്കൂടെ നോക്കിയാൽ കുട്ടി കഴിഞ്ഞുപോയി. പക്ഷെ യേശുവിന്റെ കണ്ണിക്കൂടെ നോക്കിയാൽ കഴിഞ്ഞിട്ടില്ല, ഉറക്കവാ. തട്ടി ഉണർത്താൻ അധികാരമുള്ളവൻ. ഓ ഹല്ലേലൂയ. എനിക്ക് ദൈവം ഒരു ബോധ്യം തരിക. ജീസസ്, ചില കുടുംബത്തിൻ്റെ നിർജീവാവസ്ഥകളെ എൻ്റെ ദൈവത്തിന് തട്ടി ഉണർത്താൻ ആഗ്രഹമുണ്ട്. ഓ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഇച്ചിലൂടെ കയറി പറയാം, നിന്റെ കുടുംബത്തിൻ്റെ നിർജീവാവസ്ഥയെ എൻ്റെ ദൈവം തട്ടി ഉണർത്താൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? വിലാപം തളം കെട്ടിയ നിന്റെ വീട്ടിൽ സന്തോഷിക്കാനുള്ള വക യേശു കാലുകുത്തിയാൽ നടക്കും. എത്ര പേര് ആമീൻ പറയും? ഞാനൊരു വെളിപ്പാട് കാണുന്നു. ചില വീടുകൾ സന്തോഷിക്കാൻ പോകുന്നു, ചില കുടുംബങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. ഏതു വിഷയത്തിൽ നീ കരഞ്ഞോ അതേ വിഷയത്തിൽ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഹല്ലേലൂയ എന്നോട് പെട്ടെന്ന് കർത്താവ് പറഞ്ഞ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു നേരിയ ശബ്ദം കേട്ടു. ദൈവശബ്ദമാ. എന്താ ശബ്ദം എന്നറിയാമോ? നിനക്ക് സന്തോഷിക്കാനുള്ള വക ഞാൻ തരാൻ പോവാ. നിങ്ങളെന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചൊരു വിഷയത്തിന് സന്തോഷിക്കാനുള്ള വക എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. ഞാൻ ഇനി ദൂത് പറയുമ്പോൾ ചിലരോടൊക്കെ പരിശുദ്ധാത്മാ പറയുക, നിങ്ങളുടെ വീടിനകത്തെ ആ നിർജീവാവസ്ഥ ഇന്നെൻ്റെ ദൈവം തൊടാൻ ആഗ്രഹിക്കുക. ഇനി ആ വീട് ദുഃഖിച്ചിരിക്കണ്ട, ഇനി ആ വീട് സങ്കടപ്പെട്ടിരിക്കണ്ട. നിന്റെ വീടിനെ നോക്കി ചിലര് പറയുന്ന ആ ദുഃഖാവസ്ഥയെ എൻ്റെ ദൈവം തൊട്ടുണർത്തുകയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറ, നിന്നെ ദൈവം തൊട്ടുണർത്താൻ പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ചോദിക്കട്ടെ, ആര് സ്തുതിച്ചില്ലെങ്കിലും യായിറോസിന്റെ കുഞ്ഞു തുള്ളിച്ചാടി സ്തുതിക്കും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആമീൻ സ്തോത്രം. ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യം യേശു അവിടെ ചെയ്തു കൊടുത്തു. ഇന്ന് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളോട് ദൈവം പറയുക, ഇനി നിന്റെ വീട്ടിൽ ആ ദുഃഖാവസ്ഥ ഉണ്ടാകാതെ തട്ടി ഉണർത്താൻ അധികാരമുള്ളവൻ, വിളിച്ചുണർത്താൻ അധികാരമുള്ളവൻ, പിടിച്ചുയർത്താൻ അധികാരമുള്ളവൻ നിന്റെ വിഷയത്തിനകത്ത് തൊടുകയാ.
എവിടെയും ഒരു ഭയങ്കര സ്പർശനമാണ് നടക്കുന്നത്. നിങ്ങൾക്ക് വളരെ പരിചയമുള്ളൊരു ഭാഗത്തോട്ട് പോയിട്ട് വേണം ഈ ദൂത് കൊണ്ടുപോകുവാൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. 12-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. 7-ാമത്തെ വാക്യം പരിചിതമായ വാക്യമാണ്, വായിച്ചു കേൾക്കാം. Acts chapter 12 verse 7. 12-ാം അധ്യായം 7-ാം വാക്യം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്നും വീണുപോയി. എപ്പോഴാണ് ചങ്ങല അഴിഞ്ഞു വീണത്? പറയോ? എപ്പോഴാണ് പത്രോസിന്റെ കയ്യിൽ വീണ ചങ്ങല അഴിഞ്ഞു വീണത്? എപ്പോഴാണ്? ഭൂതം തട്ടുമല്ല, ഉരുട്ടിട്ട് വഴിയുന്നില്ലല്ലോ. മിണ്ടുന്നില്ല. പറയോ? ആ വാക്യത്തിലുണ്ട്. ഒന്നുകൂടെ വായിച്ചാ മനസ്സിലാവും. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്തു തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്നു. ദൂതൻ തട്ടു ഉരുട്ടുമൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നു. പക്ഷെ പ്രശ്നം, ആ വ്യക്തി ഉണരണം. ഇവിടെ 21 ദിവസം യോഗം നടത്തിയാലും നിന്റെ പേഴ്സണൽ ലൈഫിൽ നീ ഉണർത്തപ്പെട്ടില്ലെങ്കിൽ നിന്റെ ബന്ധനം അതുപോലെ തന്നെ ഇരിക്കും. എന്നാൽ നിന്റെ ലൈഫിൽ നീ ഉണർത്തപ്പെട്ടാൽ പിന്നെ നിന്റെ ബന്ധനങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. തിരിച്ചറിഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം നിന്നെ ഉണർത്താൻ ദൈവം ആഗ്രഹിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, നിന്നെ ഉണർത്താൻ ദൈവം ആഗ്രഹിക്കുക. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും അസാധാരണമായ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടോ? നമ്മൾ ചുമ്മാ ഒരു പച്ച മനുഷ്യനെ പോലെ എല്ലാ ദിവസവും രാവിലെ വന്ന് എന്തതിശയമെന്ന് ഒരു പാട്ടും പാടി അനിപ്പാർഷ പ്രസംഗിക്കുന്നതും കേട്ടു ഒരാമയും പറഞ്ഞ് എഴുന്നേറ്റ് പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ മൂമെന്റ്സിനകത്തും ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യണം. മിണ്ടുന്നില്ല. ഞാൻ പറയാറുണ്ട്, സാധാരണ വ്യക്തി അല്ല ഞാൻ. എന്താ കാര്യം? ഞാൻ ദൈവ സാന്നിധ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാ. ഞാൻ സാധാരണ വീടല്ല എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ ദൈവ സാന്നിധ്യമുണ്ട്. ഒരാമയും വരുന്നില്ല. എൻ്റെ വീട്ടിൽ ശാന്തതയുടെ ആത്മാവുണ്ട്. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ വീടിനെ പൊതിയുന്ന ദൈവ സാന്നിധ്യം. മോശപാമി കൂടാരവാതുക്കൽ ഇറങ്ങി നിൽക്കുമ്പോൾ ദൈവ സാന്നിധ്യം കൊണ്ട് കൂടാരം മൂടിയതുപോലെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം നിന്റെ രോഗാവസ്ഥയ്ക്ക് മേൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. നിന്നെ ചിലര് ബന്ധിച്ച ചങ്ങലകൾ നിനക്കുള്ളപ്പോൾ തന്നെ ഒന്ന് ഉണർത്തപ്പെട്ടാൽ, ഓ ഹല്ലേലൂയ. സത്യത്തിൽ 3 ദിവസത്തെ പ്രാർത്ഥനയും 7 ദിവസത്തെ പ്രാർത്ഥനയും 12 മണിക്കൂറത്തെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് എന്തിനാ? നിന്നെ ഒന്ന് ഉണർത്താനാ. നിന്നെ ഒന്ന് ഈ ചെല്ലുക യോഗത്തിന് വന്ന് ഈ കുത്തിക്കൂനി ചാരിയിരുന്ന് കോട്ടുപോട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തുണ്ട്, എൻ്റെ ബ്രദറെ ഇവനൊക്കെ എന്നൊന്ന് ഉണരും. ഇവിടെ ഉള്ളവരുടെ കാര്യമല്ല, അങ്ങനെയുള്ളവരുടെ കാര്യം കൂടെ പറയുന്നു. എന്നിവരൊക്കെ ഒന്ന് ഉണരും. നീ ഒന്ന് ഉണർന്നാൽ ഒരാമയും വരുന്നില്ല. സ്തോത്രം. അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവരും കൂടെ ഒന്ന് കൈയടിച്ചേ. ഇനിയൊന്ന് നിർത്തിക്കേ. ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ചേ. അപ്പൊ അങ്ങനെയും പറ്റും. അപ്പൊ അങ്ങനെ എൻ്റെ അപ്പുറത്തിരിക്കുന്നവൻ ആരാധിക്കുന്നോ ഇപ്പുറത്തിരിക്കുന്നവൾ ആരാധിക്കുന്നോ എൻ്റെ സബ്ജക്റ്റ് അല്ല. ആരാധിച്ചില്ലെങ്കിൽ ഞാൻ ആരാധിക്കും. ആര് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും. കാരണം നിന്നെ തൊടാൻ ദൂതൻ റെഡിയാണ്. നിന്നെ ഉണർത്താൻ ദൈവം റെഡിയാണ്. ഞാൻ ഇനി ഒരു ദൂത് പറയാം. ദൂതൻ പത്രോസിനെ തൊടുമ്പോൾ പത്രോസ് ചങ്ങലകളിൽ ബന്ധിക്കപ്പെടുക. യേശു യായിറോസിന്റെ മോളെ തൊടുമ്പോൾ
മരണശക്തികൾ ഈ മോളെ ചുറ്റിയേക്കുക. പക്ഷേ തമ്പുരാന്റെ സ്പർശനം, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്നത്തെ എൻ്റെ മെസ്സേജിൽ യേശു എന്നോട് പറയുന്നു, പ്രാർത്ഥിക്കുന്ന നിന്നോട് ആ ദൂത്, നീ ഉണർത്തപ്പെടണം. എന്തോ ചെയ്യണം? എന്തോ ചെയ്യണം? ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ഒന്ന് തൊട്ടച്ച് പറ, ഉണർത്തപ്പെടണമെന്ന് പറ. നെഞ്ചത്ത് കൈവച്ച് പറ, സ്വയം ഉണർത്തപ്പെടണമെന്ന് പറ. നല്ലൊരു ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ രാവിലെ ഒന്ന് ഉണർന്ന് പാടിയാൽ, നിന്റെ വീട്ടിൽ അയ്യത്തൊന്ന് ഉണർന്ന് പാടിയാൽ, നിന്റെ ബൈബിൾ വായന ഉണർന്ന് വായിച്ചാൽ ഒരു മന്ത്രവാദവും നിന്നോട് അടുക്കത്തില്ല. കാരണം എന്താ? നിന്റെ വീടിനകത്ത് ഉണർവ് തുടങ്ങിക്കഴിഞ്ഞു. ഓ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. നമ്മുടെ പ്രയർ ടവറിൽ നിന്നൊരു സിസ്റ്റർ നമ്മുടെ ചർച്ചിൽ വരുന്ന ഒരു കുടുംബത്തില് പ്രാർത്ഥിക്കാനായിട്ട് വൈകിട്ട് 8 മണിക്ക് വിളിച്ചു. 8 മണിക്ക് വിളിച്ചപ്പോ അവിടെ ഫാമിലി പ്രയർ നടക്കുക. 50 പേരൊന്നുമില്ല. അപ്പച്ചനും അമ്മച്ചും പ്രാർത്ഥിക്കുക, പാട്ടുപാടി പ്രാർത്ഥിക്കുക, ഡ്രമ്മും സൈഡ് ഡ്രമ്മും ചിഞ്ചിലും ഒക്കെ അടിച്ച് പാടുക. മിണ്ടുന്നില്ലല്ലോ. നമ്മളിപ്പോ ഇച്ചിരി സ്റ്റൈലായതുകൊണ്ട് നമുക്കതൊന്നും പറ്റത്തില്ലല്ലോ. ഇങ്ങനെ സ്റ്റൈല് കയറിയായി കുഴപ്പം മൊത്തം ഉണ്ടായേ. അപ്പൊ ആരായാലും പാട്ട് കേട്ടോന്ന് വെച്ച് പുള്ളി ഓണാക്കി വെച്ച് പിന്നെ ഫോണിന്റെ കാര്യം മറന്നുപോയി, പാട്ടിന്റെ പുറകെ പോയി. 45 മിനിറ്റ്. അപ്പൊ വിളിച്ച ആൾ എന്താ ചെയ്തെന്നറിയാമോ? ഇങ്ങനെയും കുടുംബ പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ച് കേട്ടോണ്ടിരിക്കുക. അവരുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ വലിയൊരു ദൂത് പറയുക. അപ്പൊ ഉണർന്ന് പാടിയ പാട്ട് ഒരാമയും വരുന്നില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന, പുള്ളി ഒരിക്കൽ അതീവ രോഗാവസ്ഥയിൽ മെഡിക്കൽ സയൻസ് തള്ളി വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ പോയി ആ വീട്ടിൽ പ്രാർത്ഥന നടത്തി. അന്ന് വൈകിട്ട് പുള്ളി എഴുന്നേറ്റു. ഞാനൊരു ദൂത് നിന്നോട് പറയാം, നിന്നെ തകർക്കുന്ന ഏത് സ്പിരിറ്റ് വന്നാലും നിന്നെ ഉണർത്തുന്ന ദൈവകൃപ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഉണർന്നിട്ട് വേണം നിങ്ങളുടെ അയൽവക്കത്തുനിന്ന് ചിലർ രക്ഷിക്കപ്പെടാൻ. കണ്ട മിണ്ടുന്നില്ല. സത്യത്തിൽ പെന്തിക്കോസ് നാളിൽ എന്താ നടന്നതെന്നറിയോ? 120 പേരെ വിളിച്ച് അവിടെ കൂട്ടിയച്ച് തമ്പുരാൻ ഇവർ അകത്തൊരു ഉണർവ് കത്തിച്ചു. അവര് പോയ പട്ടണങ്ങളിൽ റിവൈവൽ ഉണ്ടായി. ഒരാമയും വരുന്നില്ല. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ നിങ്ങൾക്കറിയോ, ഈ പ്രാർത്ഥിക്കുന്നവൻ 10 വാക്ക് പറഞ്ഞാൽ 11ാമത്തെ വാക്ക് പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസമുള്ളവൻ 10 വാക്ക് പറഞ്ഞാൽ 11ാമത്തെ വാക്ക് എന്തോ പറയും? വിശ്വാസം പറയും. ഇത് രണ്ടുമില്ലാത്തവൻ 10 വാക്ക് പറഞ്ഞാൽ 11ാമത്തെ വാക്ക് നുണ പറയും. നിങ്ങൾ വിടുന്നില്ല. അപ്പൊ ഒരാളുടെ കൂടെ 10 മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാകും പുള്ളി നുണയനാണോ ആത്മീകനാണോ. ഒരാമയും പറഞ്ഞാട്ട് നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒത്തിരി നുണ പറയുന്നവരുടെ നമ്പർ 1ഉം 2ഉം വട്ടം സേവ് ചെയ്യരുത്, നിന്നെ കുഴി ചാടിക്കാനായത്. എന്നാൽ ഉണർവിന്റെ കാര്യത്തിലോട്ട് ഞാൻ വരാം. നിങ്ങളുടെ മനസ്സിന്ന് ഉണർത്തപ്പെടണം. യോഹന്നാനെ പത്മോസി വലിച്ചെറിഞ്ഞ അങ്ങേർക്ക് ഒരു പരാതിയില്ല. അങ്ങനെ പറയാം, ഇവിടെ കഴുകനുണ്ട്, ഇവിടെ സത്രം കരിമൂർക്കനുണ്ട്, ഇവിടെ കരിന്തകളുണ്ട്. പുള്ളി പറഞ്ഞു അതൊന്നും എനിക്ക് വിഷയമല്ല, പക്ഷേ കർത്തൃ ദിവസം ഞാൻ ആത്മാവിലായി. ഒരാമയും വരുന്നില്ല. എന്തിനാ? ഭാവികാലങ്ങളുടെ വെളിപ്പാട്. നിന്റെ ജീവിതത്തിന്റെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ നീ വീണാലും തളരരുത്. നീ പറയണം, അവിടെയെല്ലാം എനിക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാം. ഓ, എനിക്ക് ദൈവം ബോധ്യം തരിക, ചില വീടുകളെ ദൈവസാന്നിധ്യം പൊതിയണമെന്ന്. നിന്നെ തട്ടി ഉണർത്താൻ ദൈവം ആഗ്രഹിക്കുക. കണ്ടോ, ദൈവത്തിന് സ്തോത്രം. നീ ഉറങ്ങിയാൽ നിനക്ക് ബന്ധനം വീഴും, നീ ഉണർന്നാൽ നിന്റെ ബന്ധനം തന്നെ അഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഈ വചനത്താൽ നിന്നെ തട്ടി ഉണർത്തുക. നിന്റെ മന്ദതയും മൊരടിപ്പും നിർജീവാവസ്ഥയും പൊട്ടി നിന്റെ അകത്ത് ഉണർവിന്റെ പുതിയ കാറ്റ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉണർവിന് ഒരു പ്രശ്നമുണ്ട്. ഒരാളുടെ അകത്ത് ഉണർവ് കൂടിക്കഴിഞ്ഞ അതിനെല്ലാരും അളവ് വെക്കും. മിണ്ടുന്നില്ല. അളവ് വെക്കുന്ന ആരാ? രക്ഷിക്കപ്പെടാത്തവനാ കയറിയിരുന്ന് അളവ് വെക്കുന്നത്. ആ പുള്ളി രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ഉണർവിന് അളവ് വെക്കുക. മിണ്ടുന്നില്ല.
ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ഹല്ലേലൂയ. ഇന്ന് മീഡിയയൊക്കെ ഇറങ്ങിയേ. അപ്പച്ചന്മാരുടെ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സഭാഹോളിൽ നെടുകം കുടുകം നീന്തി ആരാധിക്കുന്ന അപ്പച്ചന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാമീം വരുന്നില്ല. ഞാൻ ഇന്നത് ദൂത് പറയാം. നാട്ടുകാരെന്ത് പറയുന്നെന്നല്ല, നിന്റെ അകത്തെ ഉണർവ് കെടരുത്. ഓ ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഒരിക്കലൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ കോയമ്പത്തൂർ വലിയ മീറ്റിംഗ് നടത്താൻ പോവാ. കുറെ വർഷം മുമ്പാ. ഞാൻ ചോദിച്ചു, ആരാ? അമ്മേ, ദിനകരനങ്ങളാ പ്രസംഗിക്കുന്നത്. ഓ സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്നാ യോഗം? ഡിസംബറിൽ നടത്തണമെന്നാ ആ വർഷം പറയുക. ഞാൻ ഈ യോഗം കഴിഞ്ഞ ഉടനെ പോവുക. സ്തോത്രം. ഞാൻ ചോദിച്ചു, എടാ എത്ര പേര് കൂടുന്ന മീറ്റിംഗാ? 2 ലക്ഷം പേര് കൂടും. വലിയ സ്റ്റേഡിയത്തിലാ. പിന്നെ കോയമ്പത്തൂർ എളുപ്പം ഇച്ചിരി വണ്ടിക്കൂലി തരണം എന്നോട്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മൊത്തം കൊടുത്തു. നിങ്ങൾ നോക്ക്, എൻ്റെ വിഷയം വണ്ടിക്കൂലിയല്ല. 5 പൈസ ഇല്ലേലും അവൻ്റെ അകത്ത് ആവേശമാ. ഒരാമീം വരുന്നില്ല. സാഹചര്യത്തിൽ പരിമിതപ്പെടുമ്പോൾ ചിലരോട് ദൈവം ചോദിക്കുക, അണയാത്തൊരു ഉണർവ് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ഒരാമീം വരുന്നില്ല. കർത്താവിന്റെ വേലയിൽ ശുഷ്കാന്തിയോടെ നിൽക്കുവാൻ കോടികളല്ല വേണ്ടത്, അണയാത്ത ഉണർവാ വേണ്ടിയേ. ഒരാമീം വരുന്നില്ല. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന കൈ കൊടുത്തയച്ച് പറ, എന്തു പ്രശ്നം വന്നാലും നിന്റെ അകത്തെ ഉണർവ് അണയല്ലെന്ന് പറ. ഗ്ലോറി ടു ഗോഡ്. എനിക്കറിയത്തില്ല, ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് എനിക്ക് ദൈവം ബോധ്യം തരുക, നിന്നെ ദൈവം ഉണർത്താൻ പോവുക. എത്ര പേര് ആമീൻ പറയും? ദാവീദേ, നിന്നെ രാജാവാക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനു മുമ്പ് കാട്ടിനകത്ത് വെച്ച് ഉണർവ് എന്താന്ന് നിന്നെ പഠിപ്പിക്കാൻ പോവുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിനക്കിപ്പോൾ വന്ന പ്രശ്നം തകർക്കാൻ വേണ്ടിയല്ല, നിന്നെ ഒന്ന് ഉണർത്താനാ. നീ ഉണർന്ന ചങ്ങലകൾ പൊട്ടും. എത്ര പേര് അതിന് ആമീൻ പറയും? എനിക്കെന്തോ ദൈവാത്മാവ് പറയുക, ചില ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന ചില ഇരുമ്പ് ചങ്ങലകൾ പൊട്ടാൻ നീ ഒന്ന് ഉണർന്നാ മതി. സ്തോത്രം, സ്തോത്രം. ഞാൻ ബൈബിളിലെ ഒരു വെളിപ്പാട് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. സെഖര്യ പ്രവാചകന്റെ പുസ്തകം എടുത്തേ. സെഖര്യ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. ഇതാര് പറയുക? സെഖര്യാവ് പറയുക. ദൈവത്തിന് സ്തോത്രം. സെഖര്യാവ് ആരാന്നറിയാമോ? സെരുബാബേലിന്റെ കാലത്ത് ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. സ്തോത്രം. ബൈബിൾ നമ്മൾ പഠിക്കുമ്പം ആലയത്തിന്റെ പണിക്ക് വേണ്ടി ഒരു കൂട്ടർ എഴുന്നേറ്റു. ആലയത്തിലെ ആത്മീകത പണിയാൻ വേറൊരു കൂട്ടർ എഴുന്നേറ്റു. ആലയത്തിന്റെ മതില് പണിയാൻ വേറൊരു കൂട്ടർ എഴുന്നേറ്റു. എന്നാ പണിയാൻ പോയിടത്ത് പണി 16 വർഷം ബ്രേക്കായി. ഈ നമ്മുടെ ചില വിഷയം 1 വർഷം നടന്നില്ലേ നമ്മൾ ക്ഷമിക്കും, പക്ഷെ 16 വർഷം നടന്നില്ലല്ലോ, പിന്നെ അവര് പ്രത്യാശയില്ല. അങ്ങനെ 16 വർഷം പണി ബ്ലോക്കായി കിടക്കുമ്പോൾ സ്തോത്രം, പ്രവാചകൻ ഒരു കാര്യം പറയുക, എന്നോട് സംസാരിച്ച ദൂതൻ പിന്നെയും വന്നു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. ഉണർത്തുന്ന പോലെ എന്നെ ഉണർത്തി. എന്തിനാ? എന്നിട്ടൊരു ദർശനം കാണിച്ചു. നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ വിവരിക്കുന്നില്ല, വീട്ടിൽ ചെന്ന് വായിച്ചു. അതിന്റെ പൊരുടി ഞാൻ വെളിപ്പെടുത്തി തരാം. വാക്യം 4. സ്തോത്രം. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, യജമാനെ ഇത് എന്താകുന്നു എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട്, ഇത് എന്താകുന്നു എന്ന് നീ. വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബേലിനോടും യഹോവയുടെ അരുളപ്പാട്. ദർശനത്തിന്റെ മുമ്പിൽ സെരുബാബേലിനോട് യഹോവയുടെ അരുളപ്പാടാണ്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു. തുടങ്ങി വെച്ചത് മുടക്കിയിട്ടത് 16 കൊല്ലം. പക്ഷെ 16 കൊല്ലം മുടക്കിയ ശത്രുവിന്റെ മുമ്പിൽ ദൈവം പണി തുടങ്ങാൻ പോവാ.
ഒരാമയും പറഞ്ഞാട്ട്. എന്നോട് ദൈവം പറയാം, നിന്നെ ഉണർത്തുന്നത് എന്തിനാണ്? മുടങ്ങിക്കിടക്കുന്ന ചിലത് ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യാനാ. ഓ ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് വെച്ച് പറ, ചിലതിനൊക്കെ തുടക്കം കുറിക്കാൻ പോവാന്ന് പറ. Glory to God. എത്ര പേർക്ക് ആമയും പറയും? ചിലതിനൊക്കെ തുടക്കം കുറിക്കാൻ പോവുക. ഞാൻ ഒരിക്കലും ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുവാൻ ചെന്നപ്പം പ്രസംഗത്തിനിടയിൽ ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു നിർത്തി. എന്നിട്ട് ദൈവം ആ പുള്ളിയോട് പറഞ്ഞു, പുതിയ തുടക്കം കുറിക്കാൻ പോവാ. സ്തോത്രം. ഞാൻ പ്രസംഗം കഴിഞ്ഞ് ചെന്നിരുന്നപ്പം ആ മീറ്റിംഗ് ലീഡ് ചെയ്ത പുള്ളി എന്നോട് പറഞ്ഞു, ആ പുള്ളിക്കാരൻ്റെ ഒരു കമ്പനി 8 വർഷമായി ലോക്ക് ചെയ്തേക്കുക. ഗ്ലോറി ടു ഗോഡ്. 3 ദിവസം എനിക്ക് അവിടെ യോഗമുണ്ട്. തലേ രാത്രി പറയുക, സ്തോത്രം, നിന്റെ ലൈഫിൽ മുടങ്ങിയത് പുനരാരംഭിക്കാൻ പോവാ. ശ്രദ്ധിച്ചു കേൾക്കണം. പിറ്റേന്ന് 3-ാം ദിവസം സ്തോത്രം, അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് ഒരു പേപ്പർ കിട്ടി. ആ പേപ്പർ ഇതായിരുന്നു, ആ കമ്പനി തുറക്കാം. ഞാൻ ആ കമ്പനി മെയിൻ്റനൻസ് പണി കഴിഞ്ഞ് അവിടെ പ്രാർത്ഥിക്കാൻ പോയി. അദ്ദേഹത്തിന്റെ വക്കീൽ അന്ന് അവിടെ വന്നു. പുള്ളി പറഞ്ഞു, അടുത്ത 5 വർഷം കൂടെ വാദിച്ചാൽ നടക്കാത്ത കാര്യം എങ്ങനെ ഇപ്പം നടന്നതെന്ന് അറിയത്തില്ല. ഞാനൊരു ആത്മീക വെളിപ്പാടൂടെ നിന്നോട് പറയാം, തുടങ്ങി വെച്ച പലതും അവസാനം കാണാൻ കഴിയാതെ കിടക്കുന്നെങ്കിൽ ദൈവം പറയാ, ഉണർത്തപ്പെട്ടു, പണി നടക്കാൻ പോവുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 2024 തന്നെ ചിലതിന് തമ്പുരാൻ തുടക്കം കുറിക്കട്ടെ. അവിടെ എഴുതിയിരിക്കുകയാണ്, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ. എങ്ങനെയാണെന്നറിയാമോ? സൈന്യത്താലല്ല, ശക്തിയാലല്ല. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ചോറ, തടസ്സമെല്ലാം മാറുമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, തടസ്സമൊക്കെ നടക്കുന്നത് തിരുവനന്തപുരം വെള്ളയമ്പലം പഞ്ചായത്തുകളിലെ യോഗം. പക്ഷെ തടസ്സം മാറുന്നത് കിലോമീറ്ററുകൾക്കപ്പുറത്താ, കടലുകൾക്കപ്പുറത്താ. ഓ യേശുവിന്റെ നാമത്തില് നിന്റെ വിൽക്കാനുള്ള ബിൽഡിങ്ങിന്റെ തടസ്സം മാറുന്നു യേശുവിന്റെ നാമത്തില്. റമന, എനിക്കിവിടെ നിന്നുകൊണ്ട് കാണാം, ചില ബിൽഡിങ്ങുകളുടെ കെട്ടുകൾ അഴിയുന്നു, ചില വ്യക്തികളുടെ കെട്ടുകൾ അഴിയുന്നു, തടസ്സപ്പെടുത്തി ഇട്ടേക്കുന്ന. ഹല്ലേലൂയ. അല്പം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ലൈഫ് തടസ്സപ്പെടുത്തിയെങ്കിൽ ദൈവം പറയാ, പുനരാരംഭിക്കാൻ പോവുക. എങ്ങനെ? സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല. സൈന്യവും ശക്തി ഇറങ്ങിയെടുത്ത് തോറ്റു. പക്ഷെ ഇന്നിറങ്ങാൻ പോകുന്ന എൻ്റെ ആത്മാവാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവാത്മാവ് ഒരു കാര്യം പറയാം, ചില വീടുകളുടെ സാഹചര്യങ്ങൾ ഒരുങ്ങി വരാൻ പോവുക, ചില കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടന്നു വരാൻ പോവുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ. അടുത്ത ചോദ്യം, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ? അവിടെ ഒരു അക്ഷരീക പർവ്വതമില്ല, തടസ്സമാ. 16 വർഷം തടസ്സം നിൽക്കുക. എന്നോ ദൈവം പറയാം, നീ ആരാടാ? അടുത്ത കേട്ടോ, നീ സമഭൂമിയായി തീരും. ഇനിയും നിനക്ക് ആയുസില്ല, നീ സമഭൂമിയാകാൻ പോവുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇങ്ങോട്ട് പോരുമ്പോ നീ കണ്ട തടസ്സം അങ്ങോട്ട് ചെല്ലുമ്പോ കാണുകയെന്ന്. Glory to God. Glory to God. ആ മോളൊന്ന് കൈവക്കാം. നിന്റെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുന്നു. എന്നെ നോക്കിക്കേ. നിന്റെ വലത്തെ കൈ ജീസസ്, നിന്റെ ഇടത്തെ ചെവിയുടെ അടുക്കലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഇനിയും കണ്ണു തുറന്ന് എന്നെ നോക്കിക്കേ. ആ സ്കാഫിനകത്തൂടെ വെക്കാവോ? Glory to God. ഇതുപോലെ ദൈവത്തിൻ്റെ കൈ ഇത്രയും ഭാഗത്ത് കൊണ്ടുവെക്കുന്നത് ഞാൻ കണ്ടു. നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ജീസസ്, ദൈവത്തിൻ്റെ കൈ
ഇതുപോലെ ഇത്രയും ഭാഗത്ത് കൊണ്ടുവച്ചപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, ഇപ്പോൾ പൊക്കി വെച്ചേക്കുന്ന ഷോൾഡർ തൊട്ട് ജീസസ് ഈ തലയുടെ ചെവി വരെയുള്ള ഭാഗം, അവിടെ നിനക്കൊരു പ്രശ്നമുണ്ട് ഇല്ലേ? കട്ട് കഴിക്കുന്ന പോലെ രാത്രിയും പകലും ഒരുപോലെ കഴിക്കും. ഗ്ലോറി, എത്ര വയസ്സുണ്ട്? 20. ഒരു 70-ാമത്തെ വയസ്സൊക്കെ കഴിയുമ്പം ഉണ്ടാകേണ്ട ബുദ്ധിമുട്ടാ ഈ 20-ാമത്തെ വയസ്സിൽ നിനക്ക് വന്നേക്കുന്നത്. എന്നോട് യേശു പറയുക, അത് രോഗമല്ല, അതൊരു ബന്ധനമാണ്. ഇന്നത്തെ പ്രാർത്ഥനയിൽ ആ ബന്ധനം അഴിയും. നിന്റെ 2 ഷോൾഡർ തമ്മിൽ ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്ന എത്ര നാളായി ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? കുറേ നാളായി. ചിലപ്പം 1-2 ആഴ്ചകൾ ഒരുപോലെ വരും, ചിലപ്പോൾ ഒരാഴ്ച കാണത്തില്ല, പിന്നെ അടുത്ത 1-2 ആഴ്ചകൾ ഒരുപോലെ വരും. കട്ടിലേക്ക് കിടന്നുറങ്ങുമ്പോൾ കൈ ഇങ്ങനെ മേപ്പോട്ട് വെക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഇവിടെയാണ് ആ പിടുത്തം കിടക്കുന്നത് അല്ലേ? നിന്റെ അടുക്കൽ ദൈവം നിന്നുകൊണ്ട് നിന്നെ സുഖപ്പെടുത്തുന്നത് കണ്ടോണ്ടാണ് ഞാൻ ഇന്ന് വചനം പറയുന്നത്. സ്തോത്രം. ഇരുന്നാട്ടെ, ഞാൻ ഒടുവിൽ മുമ്പോട്ട് വിളിക്കാം. നാം ഇവിടെ ഇരിക്കുന്ന ചിലരോട് കർത്താവ് പറയാ, സൈന്യത്താലല്ല, ഒന്ന് പറഞ്ഞേ, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരിക. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. ആ ഏറ്റവും പുറകിൽ ആ ഇഷ്ടിയ കളർ ഷർട്ടിട്ട ബ്രദറോടൊന്ന് കൈവക്കാവോ? അല്ലല്ല, മുമ്പിൽ. ബ്രദർ തന്നെ. എഴുന്നേറ്റോ. മുമ്പിലല്ല, പുറകെ. കർത്താവ് ചിലരെ തൊടുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ചിലരെയൊക്കെ എഴുന്നേപ്പിച്ച് നിർത്തുന്നത്. ഗ്ലോറി ടു ഗോഡ്. ദൈവം ഒരു വിടുതൽ നിനക്ക് തരാനായിട്ട് ആഗ്രഹിക്കുക. കാരണം നീ ഇപ്പോഴും വലിയ പ്രശ്നത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്ലോറി ടു ഗോഡ്. നീ ഒന്ന് ഉണർത്തപ്പെട്ടാൽ, ആഗ്രഹമുണ്ടോ ഉണർത്തപ്പെടാൻ? വീടിനകത്ത് ഗ്ലോറി ടു ഗോഡ് അത്ര സുഖമായ പോക്കല്ല പോകുന്നേ. വല്ലാത്തൊരു പൈശാചികത്വം വീടിന്റെ അന്തരീക്ഷത്തെ വരിഞ്ഞു മുറുക്കുക. പക്ഷെ ദൈവം പറയുക, ഇന്നും നീ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പം മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന്റെ വീട്ടിൽ കയറിയ ദൂതന്മാർ നിന്റെ വീട്ടിൽ കയറും. ഗ്ലോറി. വീട്ടിൽ കയറി കഴിയുമ്പോ ഗ്ലോറി ടു ഗോഡ് ചില വിടുതലുകൾ നിന്റെ വീട്ടിൽ നടക്കാൻ പോവാ. ഗ്ലോറി ടു ഗോഡ്. ചില വിടുതലുകൾ നിന്റെ വീട്ടിൽ നടക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പോവാ. ഹോ റബന ഹംസ. യെസ്, ഒരു ദൈവശക്തി. നീ ഒന്ന് ഉണർത്തപ്പെട്ടാൽ പരിശുദ്ധാത്മാവേ, അവിടുത്തെ കരം ചലിക്കുക. ബ്രദറെ, നിങ്ങളെ സൗഖ്യമാക്കാൻ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ചില രോഗങ്ങളുണ്ട്, ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നിന്റെ കുടുംബത്തിൽ നിന്ന് സർപ്പത്തിന്റെ ചുറ്റുകൾ അഴിഞ്ഞഴിഞ്ഞു പോകും. നിന്റെ വീട്ടിലൊരു സമൃദ്ധി വെളിപ്പെടാൻ. എത്ര ശ്രമിച്ചിട്ടും ദാരിദ്ര്യം മാറുന്നില്ല. സാമ്പത്തികത്തിലാ കെട്ടുവീണ് കിടക്കുന്നത് അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? ഇന്ന് ആ കെട്ടഴിക്കാൻ പലപ്പോഴും അത് അഴിഞ്ഞെന്നൊക്കെ നീ വിചാരിച്ചു, പക്ഷെ ഇതുവരെ അഴിഞ്ഞില്ല. ഒട്ടസഞ്ചിയിലെ നാണയം പോലെ എത്ര സമ്പത്ത് കിട്ടിയാലും ഒന്നുമില്ലാത്തവനായി. നിന്റെ കാലിന്റെ അസ്ഥികളിലൂടെ സൗഖ്യം നടക്കുക. യേശുവിൻ, എനിക്കറിയാം ഇവിടെ ചിലരുടെ മേൽ വലിയ സൗഖ്യങ്ങൾ നടക്കുക. എനിക്ക് ദൈവാത്മാവ് തരിക, ചില തടസ്സങ്ങൾ മാറാൻ പോവാ. തുടങ്ങിയിട്ടത് പൂർത്തീകരിക്കാതെ എന്നോട് ദൈവം പറയാ, ചില വീടുകളിൽ വിവാഹങ്ങൾ നടക്കാൻ പോവാ. അതിന്റെ തടസ്സങ്ങൾ
ഗ്ലോറി ടു ഗോഡ്. പ്രായം കടന്നു പോയിട്ടും വിവാഹം നടക്കാത്ത ചില കുഞ്ഞുങ്ങളുടെ വിവാഹം എഴുതിയിട്ടോ ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള വഴികൾ തുറന്നു വരാൻ പോവാ. എനിക്കറിയാം, ഭയങ്കര ദൈവാഭിഷേകം ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. റജ സതള പ്രഭാതകസി 1-2 മിനിറ്റുകളെ തടസ്സം മാറാനെന്ന് ആരാധിച്ച് ലൈവിലൂടെ കാണുന്നവർ എൻ്റെ തടസ്സം അടുത്ത് നിൽക്കുന്ന ആളെ ശ്രദ്ധിക്കണ്ട. നിങ്ങളിൽ ഒരു അഭിഷേകത്തിന്റെ അഗ്നി ഇറങ്ങി വന്നിട്ട് ഈ സമയം രോഗമുള്ളവരെ രോഗമുള്ള ഭാഗത്തൂടെ കൈവച്ച് പ്രാർത്ഥിച്ചു. നിന്റെ രോഗക്കിടക്ക മാറ്റിവിരിക്കാൻ റബ സദാന ഹംസന ഒരു അത്ഭുത വിടുതൽ. പെരുന്നാട്ടു ബ്രദറെ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടണം. സൈന്യത്താലല്ല, ഒന്ന് പറഞ്ഞേ, ശക്തിയാലല്ല. എങ്ങനാ? എൻ്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ പറയുക, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ ആ മോളോടൊന്ന് എഴുന്നേക്കാമോ? കണ്ണാടി വെച്ച റെഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് ചിലരെ ഇഷ്ടമാ, പക്ഷെ ചിലരെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ നിന്നെ ഒരു രോഗം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. നിനക്കൊന്നൊരു അത്ഭുത സൗഖ്യം. ബാ 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 ബാ. നിന്റെ ചെവി ദൈവശബ്ദം കേൾക്കേണ്ട ചെവിയാണ്. ഗ്ലോറി ടു ഗോഡ്. മോളെ, ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഗ്ലോറി. നിന്റെ വലതേ ചെവി ഒന്ന് പൊത്തിപ്പിടിച്ച്. ഗ്ലോറി ടു ഗോഡ്. എനിക്കറിയത്തില്ല, മുമ്പേ എഴുന്നേപ്പിച്ച മോക്കും ഇങ്ങനെ ചെവി പൊത്തിപ്പിടിക്കുന്ന. നീ ഇപ്പൊ തൊട്ടിരിക്കുന്ന ഒരു പ്രശ്നത്തേലാണ്. ഗ്ലോറി. അവിടെ ഒരു പ്രശ്നമില്ലേ? എത്ര നാളായി തുടങ്ങിയിട്ട്? കുറെ വർഷങ്ങളായി. ഇപ്പോ അടുത്ത ഫ്യൂ മിനിറ്റ് ഒരു ഹീലിംഗ് പവർ. നിങ്ങൾ എത്ര ദൂരെ നിന്നാലും നമുക്ക് ആത്മാവിൽ അത് കാണാൻ പറ്റും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. മരുന്നില്ലാത്തൊരു സൗഖ്യം. നിന്നെ അതൊത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് നിമിത്തം നിനക്ക് ചില വിഷമം കൂടുതലാ. പരിശുദ്ധാത്മാ പറയാ, ഒട്ടും ആശങ്ക വേണ്ട. ഇപ്പോൾ നീ കൈവെക്കുന്ന നിന്റെ കൈയുടെ മേൽ യേശുവിന്റെ കരം, ദൈവ സാന്നിധ്യം നിന്നെ തൊടുകയാ. ദൈവശക്തി നിന്നെ തൊടുകയാ. നീ സൗഖ്യമാകുന്നു. യേശു നിന്റെ ചെവിയത്ര. ഈ സമയത്ത് രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു, എനിക്ക് ഇന്ന ഭാഗത്ത് രോഗമുണ്ട്. സ്തോത്രം. ഇത് സൗജന്യമാണ്, ഇത് സൗജന്യമാണ്. രോഗം സൗഖ്യമാക്കുന്നത് യേശുവാണ്. ഇത് ആരുടെ കഴിവല്ല. യേശു ആ രോഗമുള്ള ഭാഗത്തോട്ട് യേശുവിന്റെ നാമത്തില് ചിലരുടെ അലർജികൾ ഹീലാകുന്നു, ചിലരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു. യേശു ആടിപ്പീണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എൻ്റെ നാഥ. എത്ര മാധുര്യം ജീവിതത്തിൽ. കർത്താവ് നിന്നെ തൊടുന്നു. ഒരാളെ അല്ല, ലൈവിലൂടെ കാണുന്നവരെ ഇന്ന് പ്രാർത്ഥിക്കാൻ വിശ്വസിച്ച് രോഗമുള്ള ഭാഗത്ത് തൊട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ശരീരത്തിൽ നിന്ന് മുഴകൾ മാറിപ്പോകും. വിട്ടുമാറാത്ത ബാക്ക് പെയിൻ, ചെസ്റ്റ് പെയിൻ, ത്രോട്ട് പെയിൻ. The name of Jesus. ഇവിടെ ഒരു ഉണർവ് നടക്കാൻ പോവാ. സൗഖ്യത്തിന്റെ കരം. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യമാകട്ടെ, യോഗ്യൻ നീ, സൗഖ്യമാകട്ടെ, യോഗ്യൻ നീ, സൗഖ്യമാകട്ടെ.
ദൈവ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ? ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ? അല്ല, അപ്പ അമ്മയുണ്ട്. കർത്താവേ, ഗ്ലോറി. നിനക്ക് വിശ്വാസമുണ്ടോ ഇന്ന് പൂർണ്ണമായിട്ട്? വിശ്വാസമുണ്ട്. യേശു തൊടാൻ പോവാ. ആമേൻ. ദയവായിട്ടിരുന്നാട്ടെ, ഞാൻ ഇച്ചിരി കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. വേദപുസ്തക വെളിപ്പാടുകളിലേക്ക് വരാൻ പോവാ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിന്നെ ഉണർത്താൻ കർത്താവ് ആഗ്രഹിക്കുക. ഒരു വാക്യം കൂടെ നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാം. അവിടെ ഒഴിക്കുക, സൈന്യത്താലല്ല, ശക്തിയാലല്ല, സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ, നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന് ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും എന്ന് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കപ്പെടാൻ പോവാ. ചിലരോട് ദൈവം പറയാ, തടസ്സം കുരുങ്ങിക്കിടക്കുന്ന ചിലത് നിന്റെ കുടുംബത്തിൽ പൂർത്തീകരിക്കപ്പെടാൻ പോവാ. നീ കേൾക്കാൻ പോവാ വാർത്ത. ദൈവം അത് പൂർത്തീകരിച്ചു എന്ന വാർത്ത, ദൈവം അത്ഭുതം ചെയ്തു എന്ന വാർത്ത, ദൈവം അതിശയം ചെയ്തു എന്ന വാർത്ത നീ കേൾക്കാൻ പോകുക. ഒരു വാക്യം കൂടെ പെട്ടെന്ന് വായിക്കാൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 5-ാമത്തെ വചനം. അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. മതി. ഇതാരാണ് ഉറങ്ങുന്നത്? എലിയാവ് എന്ന കരുത്തനായ ദൈവപുരുഷൻ. എലിയാവിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. കൊട്ടാരത്തിൽ കയറി രാജാവിനോട് ദൂത് പറഞ്ഞവൻ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ മഞ്ഞും മഴയും ഒറ്റ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെത്തി ഭൂമിയിൽ ഇറക്കിയവൻ. ശ്രദ്ധിക്കണം, അവൻ പോലും ഒരു ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ തളർന്നുപോയി. ഞാൻ നിങ്ങളോട് പറയാം, വാക്കുകൾക്ക് ഭയങ്കര പവറാ. നിന്നെ തളർത്താനും വാക്കിന് കഴിയും, നിന്നെ ഉണർത്താനും വാക്കിന് കഴിയും. എനിക്ക് ദൈവം ബോധ്യം തരിക, ചില വാക്കുകൾ കൊണ്ട് തളർന്ന ചിലതെ അതേ വാക്കുകൾ കൊണ്ട് എന്റെ ദൈവം ഉണർത്താൻ പോവാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ, ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഞാൻ ഒരിക്കൽ രോഗിയായ ഒരു അപ്പച്ചനെ കാണാൻ പോയി. അസുഖമായിരുന്ന അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാരെല്ലാം തള്ളി ഒരു വിധത്തിൽ കൂടെ അപ്പച്ചൻ സൗഖ്യമായി വീട്ടിൽ വന്നു. അപ്പച്ചനെ കാണാൻ ഒരാൾ വന്നു നിൽക്കുക. എന്നാ വന്ന ആള് പറയാ, അപ്പച്ചനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, അപ്പച്ചന്റെ മുഖത്തൊരു മരണനിഴലുണ്ടല്ലോ. ഒന്നാമത് രക്ഷപ്പെട്ടതേ ഉള്ളൂ. മരുവാൻ മെടുക്കനാ. മരുവാൻ പറഞ്ഞു, അച്ഛൻ്റെ മുഖത്തും ഉണ്ടല്ലോ അത്. കർത്താവിന്റെ ഓരോ താമസമെങ്കിൽ ആരുടെ മുഖത്താ ഇല്ലാത്ത കണ്ട മിണ്ടുന്നില്ല. എന്നാ തിരിച്ച് അപ്പച്ചൻ ആരോഗ്യമായി ഇരിക്കുന്നല്ലോ. ഈ ആരോഗ്യം ഇല്ലാത്ത ചിലരോട് നമ്മൾ പറയും, നല്ല ആരോഗ്യമാണല്ലോ. കണ്ട മിണ്ടുന്നില്ല. പണ്ടൊക്കെ നമ്മൾ ചോദിക്കത്തില്ല, ഏത് കടയിലെ അരിയാ കഴിക്കുന്നതെന്നൊക്കെ. എന്നോ നല്ല ആരോഗ്യമാ, മിണ്ടുന്നില്ലല്ലോ. അപ്പൊ വാക്കിന് ഒരാളെ കൊല്ലാനും പറ്റും, വാക്കിന് ഒരാളെ ഉണർത്താനും പറ്റും. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഒരിക്കലൊരു മോള് പഠിക്കാൻ പോയ കോളേജിൽ നിന്ന് ഒരു ചെറുക്കൻ്റെ ഉള്ളിൽ ഒളിച്ചോടിപ്പോയി. അപ്പൊ ആ വീട്ടില് എല്ലാരും ചെന്നിരിക്കുക. അപ്പൊ ഇരിക്കുന്ന പറഞ്ഞേ ഒരാൾ ആ അമ്മയോട് പറയുക, എവിടെയൊക്കെ ഡെഡ് ബോഡി പൊങ്ങുന്നോന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. മോനെ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഡെഡ് ബോഡി വരുമ്പോ ആദ്യം ആന്റിയുടെ വീട്ടിൽ കൊണ്ടുവരാം, എന്നിട്ടേ ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ. അവരന്നേരെ പോയി. നിങ്ങൾ മിണ്ടുന്നില്ല.
ഇങ്ങനെ ഈ പെര കത്തുമ്പോ വാഴ വെട്ടാൻ കുറച്ച് പേരുണ്ട്. മിണ്ടുന്നില്ലല്ലോ. അപ്പൊ വാക്കിന് ചിലരെ തകർക്കാൻ പറ്റും. ഒരാൾ വയറുവേദനയാന്ന് പറഞ്ഞു. അപ്പൊ അടുത്തിരുന്ന ആള് നോക്കി വെച്ചു, വയറുവേദന വന്നു. എപ്പോഴും ഉണ്ടോ? പുള്ളി ഡോക്ടറൊന്നുമല്ല, പക്ഷെ ഡോക്ടർ ആവും. അപ്പൊ എന്നിട്ട് ഒന്നുകൂടെ പറയും, ഞങ്ങളുടെ വീടിന് 3 വീട് അപ്പുറത്ത് ഇതുപോലെ വയറുവേദന വന്നു, 3 മരിച്ചു, ഇന്നലെ ഞാൻ കണ്ടേച്ച് വന്നേ ഉള്ളൂ. അവിടെ മിണ്ടുന്നില്ല. എന്നാ വയറുവേദന ആയിരിക്കുന്ന ആള്, വയറുവേദന ഇപ്പൊ പേടിക്കണ്ട, എനിക്ക് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു, മാറിയതാ. വാക്കിന് ഉണർത്താൻ പറ്റും. എടാ, ഇത്രയും കരുത്തനായ ഒരു ഏലിയാവിനെ ഒരു വാക്കിന് ചൂരച്ചലിന്റെ തണലിൽ മരിച്ചാ മതിയെന്ന് പ്രാർത്ഥിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അവനെ ഉണർത്താൻ ദൈവത്തിനും കഴിയും. ഒരാമയും വരുന്നില്ല, ഒരാമയും വരുന്നില്ല. ഈ ഞങ്ങൾ പാസ്റ്റർമാർക്ക് എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു. ഒരു സ്നേഹിതൻ ഇപ്പോഴും. ആ സ്നേഹിതൻ കൂടെ എന്നെ കാണുമ്പം പൊട്ടി അങ്ങ് കാര്യം. ഞാനോർത്തിനി പുള്ളിയുടെ ഭാര്യയ്ക്കോ പിള്ളേർക്കോ വല്ല കുഴപ്പം. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിന്നെ കരയുക. ഞാൻ ഈ കൂടുതൽ കരയുമ്പോ ഏങ്ങൽ അടിക്കാൻ വേണ്ടി കയറി കെട്ടിപ്പിടിക്കും. സത്യം. എന്നിട്ട് പുള്ളി കരയോ, എന്റെ സ്നേഹിതന. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കാനിത് വെച്ച്, കർത്താവേ, ഈ പുള്ളി ഇങ്ങനെ കരയാൻ കാരണം എന്താ? അപ്പൊ കർത്താവ് പറഞ്ഞു, നീ അവനെ ഇനിയും കാണുമ്പോൾ പറയണം, ഒരു ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവനെ പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഞാൻ വിങ്ങി വേണ്ട, ഒരു നമ്പർ എന്ന് ബ്ലോക്ക് ചെയ്യാണ് ദൈവം പറയുന്നത്. അന്നേരം ആ പുള്ളി പറയുന്നേ, എന്റെ ഒരു ശത്രു പുള്ളി എന്നും വിളിച്ചോണ്ടിരിക്കുക, ഇന്ന് പാസ്റ്ററെ കൊല്ലുവന്നു. അതാ പുള്ളി കരയുന്നേ. എന്നാൽ ഇത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ 3 ദിവസം മുമ്പേ ഞാൻ നമ്പർ ബ്ലോക്ക് ചോദിച്ചേ. മിണ്ടുന്നില്ലല്ലോ. നാട്ടുകാർ വിചാരിക്കുന്ന പോലെ നിന്നെ കൊല്ലാൻ പറ്റൂ? നിന്റെ തലയിലെ മുടി പോണേ മേളി ഇരിക്കുന്ന ആൾ അറിയണമെന്നാ. നിങ്ങളാരും മിണ്ടാത്ത എന്നാ? പണ്ട് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കട്ടിലിന്റെ കീഴിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ കട്ടിലിന്റെ കീഴെ? ഞാൻ പറഞ്ഞു, ഞാനത് വെച്ചപ്പോ തന്നെ നിർവീര്യമാക്കിയായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഈ പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ ഒരാൾ എന്നോട് വെളിപ്പാട് പറഞ്ഞു, മരിച്ചു കിടക്കുന്ന കാണുന്നു. ഞാൻ പറഞ്ഞു, നല്ല കാര്യമില്ല, അപ്പൻ്റെ അടുക്ക പാലോ. എടാ, നമ്മൾ അവിടെ പാനല്ലേ കഷ്ടപ്പെടുന്ന മുഴുവൻ? ആണോ? പിന്നെ അതിന് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാലും നമ്മള് ഇവിടെ മിണ്ടുന്നില്ലല്ലോ. മുമ്പേ പോയിടുന്നോർ അതാ വളരെ മിണ്ടാത്ത തന്നെ. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ? വാക്കിന് ഭയങ്കര ശക്തിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കൽ ഭയങ്കരമായിട്ട് ഒരു ഫാമിലി എൻ്റെ അടുക്കൽ എന്നെ കാണാനായിട്ട് വന്നു. അവരുടെ മോടെ കല്യാണം നടക്കുന്നില്ല. അതാ അവരുടെ പ്രാർത്ഥനാ വിഷയം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചാൽ മോടെ കല്യാണം നടക്കും. അപ്പൊ പുള്ളിക്കാരത്തി പറയാ, പ്രാർത്ഥിക്കണ്ട. സ്വന്തം അമ്മ പറയാ, പാസ്റ്റർ എന്ത് ചെയ്യണ്ട. ഞാൻ ചോദിച്ചു, അതെന്നാ? അത് പണ്ട് ആരാണ്ട് മോഹം നോക്കി പറയുന്നവര് പറഞ്ഞു, നിന്റെ മോള് കല്യാണം കഴിച്ചാൽ ആ ആഴ്ച നീ മരിക്കുമോ? ആ മോളെ രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്നും ഇവരവിടെ പോകുന്നും പറഞ്ഞ ഒരു പ്രവചനത്തിന് ഒരു വിലയില്ല. ആരാണ്ട് കാക്കാത്തി പറഞ്ഞു, ഇവിടെ മിണ്ടുന്നില്ല. ആരാണ്ട് കാക്കാത്തി പറഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഞാൻ ഈയിടെയാണ് ഒരു സ്ഥലത്ത് ഒരു പുതിയ കമ്പനി തുടങ്ങുക. ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നേക്കുവാ. ആ പുള്ളി എന്നെ ബഹ്റിനിൽ നിന്ന് ഇവിടെ വന്ന് പുള്ളിയുടെ കമ്പനി പ്രാർത്ഥിക്കാൻ കൊണ്ടുപോവാ. ഇപ്പൊ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളുണ്ട്. പുള്ളി ഇങ്ങനെ താടിയൊക്കെ വളർത്തി ഒരു സ്കെയിലും പിടിച്ചോണ്ട് ഇങ്ങനെ എൻ്റെ അടുക്ക കൂടെ വന്നു. സ്കെയില് പറഞ്ഞു, വീടിന്റെ മുകളിൽ കൂടെ ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഭൂമി ലൈൻ വീട് വെക്കുന്നിടത്തല്ല ഇലക്ട്രിക് ലൈൻ ഉണ്ടല്ലോ. മിണ്ടുന്നില്ല. എന്റെ വീടിന്റെ മുകളിൽ കൂടെ ലൈൻ പോകുന്നുണ്ട്. മിണ്ടുന്നില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, അതിലെ കൂടെ ഒരു വരത്ത് പോക്കുണ്ട്. ഞാൻ പറഞ്ഞു, ഇവിടുത്തത് മാറ്റാനാ ഞാൻ വന്നേ. അപ്പോൾ അവിടെ ഉണ്ടെന്ന് വളരെ ഇട്ട് നോക്കുവാ, വീഴുവോന്ന്.
ഇല്ല ഇല്ല. മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പുറകെ നടക്കാതെ നിന്റെ കൊച്ചിന് വരുന്ന ചന്നി മാറാൻ നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. അന്നേരം അവൻ മുട്ട് കുത്തിയച്ചോ ഞാൻ എന്നാ അതൊന്ന് പ്രാർത്ഥിച്ചേ. ഇപ്പം നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം പറയാം, വാക്കിന് ഭയങ്കര ശക്തിയാ. നിന്റെ കൊച്ചിനെ കൊണ്ട് ഗതി പിടിക്കത്തില്ലെന്ന് ആരെങ്കിലും വാക്ക് പറഞ്ഞെങ്കിൽ തളരരുത്. ആ പറഞ്ഞവന്റെ മുമ്പിൽ നിന്റെ കൊച്ചു ഗതി പിടിക്കും. ഓ, തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്നെ തളർത്താൻ ഇസബേലിന് കഴിഞ്ഞെങ്കിൽ നിന്നെ ഉണർത്താൻ ദൈവത്തിന് കഴിയും. ഒരാമയും വരുന്നില്ല. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഞങ്ങളുടെ അടുക്കൽ പറയാൻ വയ്യാത്ത എന്തുമാത്രം കേസുകൾ വരുമെന്നറിയോ? ഞങ്ങൾ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ വാക്ക് മൈൻഡ് ചെയ്യേ വേണ്ട. അങ്ങനെ മിണ്ടുന്നില്ല ആ വാക്ക്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്ക ഒരാൾ വന്നിട്ട് പറഞ്ഞു, മാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, അയലോക്കത്ത് തന്നെ എന്നെ പ്രാഗി മുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ദിവസത്തെ ഒരു വാക്യം എടുത്തിട്ട് കൊടുത്തു. ശിമയെ ദാവീദിനെ പ്രാഗുവൻ. ദാവീദ് പറഞ്ഞു, നീ പറഞ്ഞ മുഴുവൻ പ്രാഗ് എനിക്ക് ബ്ലെസ്സിങ്ങാ. നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ. ഉണർവ് നഷ്ടപ്പെടരുത്. ഏലിയാവ് ചൂരച്ചെടിയുടെ തണൽ, അവിടെ എഴുതിയിരിക്കാം, നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട്. അതിനുമുമ്പ് പുള്ളിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, മുമ്പേ പ്രാർത്ഥിച്ചു തീ ഇറക്കണമെന്ന്, അതിന് മുമ്പേ പ്രാർത്ഥിച്ചു മഴ നിർത്തണമെന്ന്, ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ചാകണമെന്ന്. അവൻ പ്രാർത്ഥിച്ചപ്പം മഴയുടെ ഡോർ അടഞ്ഞു, അവൻ പ്രാർത്ഥിച്ചപ്പോ തീ ഇറങ്ങി. അടുത്ത പ്രാർത്ഥന എനിക്കിപ്പോ അങ്ങ്. പണ്ട് എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കത്തില്ല. പണ്ടൊരാൾ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ എന്തോ പ്രാർത്ഥിച്ചാലും എൻ്റെ അയലോക്കത്തുകാരന് ഇരട്ടി കൊടുക്കണം. ഞാൻ എന്തോ പ്രാർത്ഥിച്ചാലും അയലോക്കത്തുകാരന്, കർത്താവെ എനിക്ക് ഒരു പശുവിനെ വാങ്ങിക്കാൻ കൃപ തരണം. അപ്പൊ അപ്പുറത്തവൻ എത്ര കൊടുക്കണം? കർത്താവെ എനിക്ക് ഒരു വീട് തരണം. അപ്പുറത്തവന് അടുത്ത പ്രാർത്ഥിച്ചു, ഇതുപോലെ നടന്നു കേട്ടോ. അടുത്ത പ്രാർത്ഥിച്ചു, എൻ്റെ ഒരു കണ്ണ് പൊട്ടിപ്പോണം. അപ്പൊ അപ്പുറത്തവന്റെ ഇവൻ ഒരു കണ്ണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വാക്കിന് ഭയങ്കര ശക്തിയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് തുറന്ന് പറയുക, ആരേലും പറഞ്ഞ വല്ല വാക്കുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ട് അനുഭവിക്കത്തില്ലെന്നും. പണ്ട് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഞാനൊരു സ്ഥലത്തൂടെ പോയപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു, കൈയൊന്ന് കാണിച്ച്, വര മുട്ടിക്കിടക്കുവാന്ന് പറഞ്ഞു. വര ഇപ്പോഴും മുട്ടിക്കിടക്കുവോ? ഞാനന്നേ എന്തെല്ലാം സോപ്പിട്ടോ അരച്ചിട്ടും അത് പോകുന്നില്ല. അപ്പൊ പുള്ളി പറഞ്ഞത്, പുള്ളി സ്കെയിൽ അളന്നു, ഈ വര ഇത് രണ്ടും കൂടെ മുട്ടുന്നത് 20ാമത്തെ വയസ്സിലാ. ഇത് മുട്ടും നന്ന് മരിക്കും. വേണ്ട, ഇപ്പൊ 26 മരിക്കുന്നില്ല. പിടികിട്ടിയോ? 20 ചാവുമെന്നാ പറഞ്ഞ്. സത്തില്ല. മിണ്ടുന്നില്ല. ഇതെന്തിനാ ഞാൻ പറയുന്നത്? ചിലർ ജാതകം എഴുതി വെച്ചേക്കുക, രക്ഷിക്കപ്പെട്ടില്ലോ അത് കീറാതിരിക്കുക. അവിടെ മിണ്ടുന്നില്ലല്ലോ. കാര്യം 44ാമത്തെ വയസ്സിൽ വണ്ടി അപകടം. അതിന് വണ്ടി ഇടിക്കാനായിട്ട് അന്ന് കണ്ണു അടച്ച് വണ്ടി ഓടിക്കുക. വാക്കിന് ഭയങ്കര ശക്തിയാ. എന്നാൽ ഇവിടെ വരുന്നത് എന്തിനാണെന്നറിയാമോ? പറയാം, ഈ വാക്ക് നിന്നെ ഉണർത്തുന്ന വാക്ക്. ഒരാമയും വരുന്നില്ല. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇസബേലിന്റെ വാക്കുകൾക്ക് കിടത്താൻ പറ്റും, ദൈവത്തിന്റെ വാക്കുകൾക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റും. ഓ, ദൈവം പറയാം, നിന്നെ ഉണർത്തുക, നീ വേണ്ടുവോളം കഴിച്ചോ. ഞാൻ ഈ ബൈബിളിലെ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് ധൈര്യം കിട്ടാൻ്റെ കാര്യം പറയാം. ധൈര്യം കിട്ടാൻ ഈ ഹാഗര് പ്രാർത്ഥിച്ചത്, എനിക്ക് കൊച്ചിന്റെ തൊണ്ട നനയ്ക്കാൻ ഇച്ചിരി വെള്ളം. അപ്പൊ അവക്ക് എന്തോ കൊടുത്തു? വെള്ളം. ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിച്ചത്, കർത്താവേ വിശപ്പ് മാറാൻ എന്തേലും തരണം. അവന്മാർക്ക് കൊടുത്തത് ആരും കഴിക്കാത്ത മന്നായ. മിണ്ടുന്നില്ല. ഏലിയാവ് ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞു, പൊക്കോ, കാക്കയോട് പറഞ്ഞിട്ടുണ്ട് കൊരിയർ നടത്താൻ. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാനിങ്ങനൊരു ദൂത് നിന്നോട് തുറന്നു പറയാം. നിനക്ക് എന്താവശ്യമുണ്ടോ അത് നിനക്ക് കൃത്യമായി തരാൻ. ഓ, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിനക്ക് എന്താവശ്യമുണ്ടോ അത് കൃത്യമായി. ഓ, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്കെന്തോ ദൈവാത്മാവരെ, നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോവുക. നിന്റെ കുടുംബത്തിൽ ആർക്കും നടക്കാത്ത
കാണാത്ത ചില ദൈവപ്രവൃത്തി ഇന്നത്തെ പ്രാർത്ഥനയിൽ നിന്റെ വീട്ടിൽ നടക്കാൻ പോവാ. ഓ, തിരിച്ചറിഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. റബന ഹംദന ദൂരബല ഹംദന. നീ ഉണർന്നേ പറ്റൂ. ഏലിയാവെ മറ്റൊരാളെ അഭിഷേകം ചെയ്യേണ്ട ആളാ നീ ഇവിടെ കിടക്കരുത്. നീ ഉണർന്നേ പറ്റൂ. എനിക്ക് ദൈവം തരുന്നൊരു ബോധ്യം പറയാം. ആരെ കൊണ്ടോ ഒക്കെയോ എന്തൊക്കെയോ ശ്രേഷ്ഠമേറിയ ചിലത് കർത്താവിന് ചെയ്യിക്കാനുണ്ട്. വിശ്വാസമുണ്ടോ? മരിച്ചാ മതിയെന്ന് പ്രാർത്ഥിച്ച ഏലിയാവിനെ കൊണ്ട് അടുത്തൊരു ഏലീശയെ അഭിഷേകം ചെയ്യിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നിന്നെ തളർത്തിയ വാക്കിന്റെ മുമ്പിൽ നിന്നെ ഉണർത്തുന്ന ദൈവത്തിന്റെ വചനം ഇന്നൊന്ന് ഉണർത്തപ്പെടട്ടെ. നിന്റെ വീട്ടിലെ സകല പരാജയത്തെ പൊട്ടിക്കുവാൻ. എനിക്കറിയത്തില്ല, ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, ഇത് ദൈവസ്പർശനത്തിന്റെ മിനിറ്റുകളാണ്. നിന്നെ തട്ടി ഉണർത്താൻ ദൈവം ആഗ്രഹിക്കുക. നിന്നെ തട്ടി അപ്പം ഇന്നത്തെ പ്രസംഗത്തിന്റെ സാരാംശം ശ്രദ്ധിച്ച്, നിങ്ങൾ ഉണർത്തപ്പെടണം. ഒരു വാക്യം കൂടെ നമുക്ക് പെട്ടെന്ന് വായിച്ചു ബൈബിൾ അടച്ചേക്കാം. ഇനി പ്രസംഗം നീട്ടുന്നില്ല. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, 37-ാം അധ്യായം 14-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇപ്പോൾ കിടക്കുന്ന നിരാശ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്തു നിന്ന് നിന്നെ ദൈവം ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവാ. മനസ്സുകൊണ്ട് പറഞ്ഞ് നിന്റെ അകത്തൊരു ഉണർവുണ്ടാക്കാൻ പോവാ. നീ എവിടെ നിർജീവമായി കിടന്നോ, എവിടെ ചെതറിക്കിടന്നോ, എവിടെ ബന്ധിക്കപ്പെട്ട് കിടന്നോ, അവിടുന്ന് നിന്നെ ദൈവം ഉണർത്തിക്കൊണ്ടുവരാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പ്രയർ കഴിയുന്നതിന് മുമ്പ് ചിലരെ ഉണർത്തിക്കൊണ്ട് വരുന്നൊരു ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചോദ്യം, എത്ര പേർക്ക് ഉണർത്തപ്പെടാൻ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിങ്ങളുടെ വീട്ടിൽ എന്ത് പരാജയം ഉണ്ടെന്നല്ല എൻ്റെ ചോദ്യം. ആ പരാജയത്തിന്റെ നടുവിൽ നീ ഉണർത്തപ്പെടണം. പെനീന എതിരാളിയായി വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഹന്നായുടെ മനസ്സുണരാൻ തുടങ്ങി. ഞാൻ ഇന്ന് വിളിക്കുന്ന ചിലരോട് ദൂത് പറയാം. നീ ഉണർത്തപ്പെട്ടാൽ നിന്റെ വീടിന്റെ കെട്ടഴിയും. നീ ഉണർത്തപ്പെട്ടാൽ ഇതിനകത്തുനിന്ന് ചിലരെ പ്രവാചകരാക്കി മാറ്റാൻ, വെളിപ്പാടുകാരാക്കി മാറ്റാൻ. എനിക്കെന്തോ വലിയ ദൈവകൃപയുടെ വ്യാപാരം ഞാൻ ആത്മാവിൽ കാണുക. അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. റമന, നിങ്ങളുടെ അകത്തൊരു ഉണർവ്. ചില വാക്കുകൾ നിന്നെ തകർത്തെങ്കിൽ അതിനെ തകർക്കുന്ന ഒരു ദൈവകൃപ നിന്റെ ആചരത്തിൽ പരിശുദ്ധാത്മ. എത്ര പേര് പറയും എനിക്കൊന്ന് ഉണർത്തപ്പെടണം? ഗ്ലോറി ടു ഗോഡ്. നിന്നെ ദൈവം തട്ടി ഉണർത്താൻ പോകും. ഇന്നത്തെ ആരാധനയ്ക്കകത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നീ ഇന്നലെ താമസിച്ച വീട്ടിൽ തന്നെയാണ് ഇന്ന് താമസിക്കാൻ പോകുന്നേ, പക്ഷേ ഉണർവോടെ താമസിക്കാൻ പോവാ. വചനത്തിന്റെ ചൈതന്യം, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ, ദൈവവചനത്തിന്റെ വെളിപ്പാട് നിന്റെ അകത്തളങ്ങളിൽ അസാധാരണ ദൈവകൃപ. ഞാൻ ആദ്യ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗ്ലോറി ടു ഗോഡ്. എനിക്ക് രോഗമുണ്ട്, സൗഖ്യം വേണമെന്ന് പറയുന്നവർ ദയവായി 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്നാട്ട്. നിർത്താൻ പോവല്ല, പോകാൻ പോവല്ല, ശുശ്രൂഷ ചെയ്യാൻ പോകും. ഹല്ലേലൂയ. നിങ്ങളുടെ രോഗങ്ങളെ കർത്താവ് തൊടട്ടെ. യേശു നിങ്ങളെ സൗഖ്യമാകട്ടെ. ഇനി ആ നിൽപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തോട്ട് നിങ്ങളുടെ വലത് കൈകൾ വെക്കണം. യേശു സൗഖ്യമാകട്ടെ. എനിക്ക് കാണാം. സൗഖ്യമാക്കാൻ പോവാ കർത്താവ്. സൗഖ്യമാക്കാൻ പോവാ. നിന്റെ കണ്ണിന്റെ കാഴ്ച, ചെവിയുടെ കേൾവി.
ഞാൻ കുറച്ചു പേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. Glory to God. വചനമയച്ച് സൗഖ്യമാക്കുന്ന, വചനമയച്ച് സൗഖ്യമാക്കുന്ന ആ കൃപ, നിന്നെ ബാധിച്ച രോഗം, ആ പുറകെ നിൽക്കുന്ന ആ ബ്രദർ മുന്നോട്ട് വരണം. കൈയുടെ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ബ്രദർ. അല്ല, പുറകിൽ, ഏറ്റവും പുറകിൽ, ഏറ്റവും അച്ഛനല്ല, പുറകിൽ, ഏറ്റവും പുറകിൽ. അച്ഛനല്ല, പുറകിൽ. വന്നാ ഞാൻ ദൈവം തൊടുന്നവരെ കണ്ടോണ്ടാ വിളിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, കർത്താവിൻ്റെ കൈ സ്പർശിക്കാൻ പോവാ, വചനമയച്ച് വിടിവിക്കാൻ പോവാ. Glory to God. ആ പച്ച ഷർട്ടിട്ട ബ്രദറോടെ വരണം മുമ്പിൽ. കർത്താവ് നിന്നെ തൊടുക. Glory to God. അവിടെ നിന്നാ മതി. ഞാൻ അങ്ങോട്ട് വരും പ്രാർത്ഥിക്കാം. ബ്രദറെ, കൈ താത്തിട്ടു. എത്ര നാളായി കൈക്ക് പ്രശ്നം തുടങ്ങിയിട്ട്? 1 വർഷത്തോളമായി. 1 വർഷത്തിൽ മേലെ. ഇന്ന് യേശു നിന്നെ ആ പച്ച ഷർട്ടിട്ട ബ്രദറോട്, ഗ്ലോറി, കർത്താവ് നിന്നെ തൊടുക. Glory to God. വളരെ അത്യാവശ്യമുള്ള കുറച്ച് രോഗികൾക്ക് നടുക്കത്തെ പാസേജ് വരാം. എല്ലാവരും വരരുത്. വളരെ അത്യാവശ്യമുള്ള ചില സൗഖ്യമാകട്ടെ. ഹോ ഡബലഹ, ഹോ റബറബറ, ഹംസോറ ഖബറഹസി, വിംശലബഹസ്തരബ. ഈ സമയം മുഴുവൻ പേരും പ്രാർത്ഥിക്കും. Glory to God. യേശു നിങ്ങളെ തൊട്ട് പിടിവിക്കുക. എന്നിട്ട് ആ ബ്രദറോടെ, ആ മോന്റെ അടുക്ക നിൽക്കുന്ന ബ്രദറോട് വന്നാണ്, ആ മോനെ കൂടെ കൊണ്ടുവന്നാണ്. മൂക്കിനകത്ത് വളരുന്ന ദശകള് ഇന്ന് സൗഖ്യമാകുന്ന കാണുക. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരം. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ ഇറങ്ങാൻ പോവാ. Glory to God. Glory to God. ഒരു 5-10 മിനിറ്റ് ഏറ്റവും പുറകിൽ വെള്ള ലൈൻ ഷർട്ടിട്ട ബ്രദറോടെ വരണം. നിങ്ങളെ കർത്താവ് ഒന്ന് തൊട്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടാ വിളിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ. അല്ലാത്തവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അടുത്ത 10-15 മിനിറ്റ് അത് കഴിഞ്ഞാൽ നമ്മൾ ആരാധിക്കാൻ പോവാ. എന്നോട് ദൈവം പറയുക, ഭയങ്കര സൗഖ്യങ്ങൾ നടക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാണ്. All fear is gone, because I know He holds my future, and life is worth നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിൽക്കണം. just because He lives. കർത്താവേ, സൗഖ്യമാകട്ടെ. കണ്ണ് തുറന്നു പാട്ടോടെ പാടിക്കോട്ടെ. കർത്താവേ, എന്റെ കൈ സൗഖ്യമാകട്ടെ. ഞാൻ ഈ പിടിച്ച ഭാഗത്താണ് ഇത്രയും പാടി. തൻ വഴികൾ യേശുവിന്റെ നാമത്തിൽ സമ്പൂർണമല്ല, ദോഷമായി ഒന്നും താതൻ ചെയ്യുകില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേ തൻ ഇപ്പൊ വേദന ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. എവിടാ ഉള്ളത്? ഈ ഭാഗം. ജീസസ് കർത്താവേ, കൂട്ട സൗഖ്യം. ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാൽ 3 തടസ്സമുണ്ട്. ഇന്ന് പൊട്ടിയാൽ നിനക്ക് വിടുതല. നിന്നെ ഒരാൾ ബന്ധിച്ചിരിക്കുന്നു, അതാ നിന്റെ തടസ്സം.
ദോഷമായൊന്നും താതൻ ഓ യേശുവേ, യേശുവേ, ഇവനെ വിട്ട് ഒഴിയട്ടെ. നാളെ ഭീതിയില്ല, ഭാവിയല്ല തൻ കയ്യിലെങ്ങോ എത്ര ധന്യമേ ഈ ലോക ജീവിതം എന്താ സംഭവിച്ചെന്നറിയാം? കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇതിവിടെ സൗഖ്യമാവുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? എത്ര വർഷമായിട്ട്? 1 വർഷം. 1 വർഷമായി. 1 വർഷമായിട്ടുള്ള ആ ബുദ്ധിമുട്ടാ ബ്രദറെ. ഇന്നു തന്നെ ആ കല്ലിന്റെ പ്രോബ്ലം എത്ര നാളായിട്ട്? 2 മാസം വരെ. 2 മാസമായി. ഒത്തിരി വിഷമിക്കുന്നുണ്ടാവും നിമിത്തം. യേശു ഈ കയ്യേറി ഇങ്ങനെ പിടിക്കുക. ഭയങ്കരമായ സൗഖ്യങ്ങൾ. അതിനകത്ത് വേദനയാണ്. യേശുവേ, ആ വേദന കംപ്ലീറ്റ്. ഇവിടെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ വളരെ നിന്റെ ആ ബുദ്ധിമുട്ട് പോയോ? വാ, ഞാൻ പ്രാർത്ഥിക്കാൻ വിളിക്കുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ അവിടെ ഒരു മോളുണ്ടായിരുന്നു, അവളോട് വന്നു. യേശുവേ നന്ദി കർത്താവേ. 2 കൈ ഒന്ന് പൊക്കി പിടിക്കാം. കണ്ണു തുറന്നോ? ഉയർത്തി, അത്ര ഉയർത്തി. ഇപ്പോൾ കൈതാക്കോ. ബുദ്ധിമുട്ടോ? എന്താ ബുദ്ധിമുട്ടല്ല അത് ചെയ്തു പോയി. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ യേശു മോളെ ആ ബുദ്ധിമുട്ട് എങ്ങനെ വന്നാ? അത് അടഞ്ഞു പോയതായിരുന്നു? ഇല്ല, ഇപ്പൊ അത്രയ്ക്ക് വേദനയില്ല. എത്ര നാളായിട്ട് വേദന ഉണ്ടായിരുന്നു? ഒരു 5 വർഷത്തിന് മേലെ. 5 വർഷത്തിന് മേലെ. അത്രയും നല്ല ഒട്ടും വേദന ഉണ്ടാകില്ല. ഞാൻ കണ്ടത് ദൈവത്തിന്റെ വിരൽ നിന്റെ ചെവിക്കകത്ത് ഇങ്ങനെ കറക്കുന്ന കണ്ടോണ്ടാ നിന്നെ ഞാൻ എഴുന്നേപ്പിച്ച്. വളരെ സന്തോഷമായിട്ട് പൊക്കും. നീ പൊക്കും. ഹല്ലേലൂയ. കർത്താവേ, ഗ്ലോറി, ഗ്ലോറി. ഈ ഇത്രയും പേരിയ്ക്കുമ്പം ഈ ഒരു മോളെ ചെവിക്കാത്ത അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ യേശുവിനറിയാം. നിങ്ങളുടെ ഒരു കൊച്ചു കാര്യം അതുവരെ യേശുവിനറിയാം. The name of Jesus. ഒരു വേദനയില്ല. 5 വർഷം കൊണ്ട് ഫേസ് ചെയ്ത ഒരു പ്രശ്നവും ഇല്ല. എന്താണെന്നറിയാം? അവളെ അവിടെ നിർത്തി യേശു തൊടുന്ന ഞങ്ങൾ സന്തോഷമായി പോകാൻ. ഹല്ലേലൂയ. എന്താ ബുദ്ധിമുട്ടെന്ന് പറയാം? ഇത് രോഗമല്ല. നിങ്ങൾ ഒരാൾ ബന്ധിച്ചിട്ടുണ്ട്. ആ ബന്ധനം അടിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഈ തലയുടെ പ്രശ്നം, വയറിന്റെ പ്രശ്നം, ഷോൾഡറിന്റെ പ്രശ്നം എല്ലാം തീരും. ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അതെ ബ്രദറെ, ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ആ വേദന ഉണ്ടായിരുന്നു. യേശുവേ, അവർ പറഞ്ഞ 2 കല്ലുണ്ടെന്ന്. ഹീലിംഗ് യേശുവിന്റെ നാമത്തിൽ ആ കല്ല് പുറത്തു പോകട്ടെ. 2 മാസമായിട്ട് മരുന്നിനൊന്നും ചെയ്യാൻ കഴിയാത്ത അടുത്ത 12 മണിക്കൂർ നിന്റെ കല്ല് അതിലായിട്ട് പോക്കും. ഈ കുഞ്ഞിന് യേശുവേ ഇവന്റെ ബന്ധനം അഴിക്കാൻ പ്രാർത്ഥിക്കാൻ പോകും. നമുക്ക് എല്ലാം കൂടെ ഒരു ഹല്ലേലൂയയുടെ കോറസ് പാടാമോ?
യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് അതാ കാര്യം. അവരുമായിട്ടാണ് ആ ബന്ധനം ഇപ്പൊ അഴിക്കുക. യേശുവിന്റെ നാമത്തിൽ വിടുതലാണ്. കർത്താവേ, അമ്മമേൽ രോഗസൗഖ്യം നടക്കട്ടെ, അത്ഭുതം. ഞാന് അച്ഛനെ വിളിക്കാൻ കാര്യം എന്താണെന്നറിയോ? അച്ഛൻ്റെ ഈ കൈ അത്ര വെളുത്തതല്ല, എന്റെ സ്കിന്നിന്റെ കളറാ. പക്ഷെ ഭയങ്കര പ്യൂവർ വൈറ്റായ ഒരു കൈ വന്ന അച്ഛൻ്റെ ഈ കയ്യെ പിടിക്കുന്ന കണ്ടപ്പോഴാ ഞാൻ അച്ഛൻ വരാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ ആരും വരാൻ പറഞ്ഞിട്ടില്ല. യേശുവേ, ഇപ്പോൾ തന്നെ ആ അലർജി, സൗഖ്യത്തിന്റെ കരം ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഈ ആഴ്ച മുഴുവൻ ജീവിച്ചു നോക്കൂ, ഒരു ബുദ്ധിമുട്ടും അതിന്റെ ഉണ്ടാകത്തില്ല. എന്താ ബുദ്ധിമുട്ട്? കർത്താവേ, എന്താ പറ്റിയ? എത്ര നാളായി? എവിടെ? നെല്ലിമൂട്. ഈ നെല്ലിമൂട് ഈ പുള്ളിയുടെ ഭാര്യ ഭയങ്കര രോഗിയായിട്ട് കട്ടിലെ കിടക്കുക. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇത് ഞാനല്ല ശുശ്രൂഷിക്കുക, നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ശുശ്രൂഷിക്കുക. ആ യേശുവിന്റെ നാമത്തില് ആ ബുദ്ധിമുട്ട് മാറട്ടെ. റമന ആഭിചാര ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ഓ റമന ഹടമന ആ തന്റെ ഭാര്യ എഴുന്നേൽക്കട്ടെ. ഈ ഭാര്യയുടെ ഈ മുഖം മുഴുവൻ ആമീൻ ഈ മുണ്ടുനീര് വന്ന പോലെ പൊതിഞ്ഞു കെട്ടി കിടക്കുക. വൈദ്യത്തൊക്കെ വീർത്ത് കെട്ടി. എന്നോട് കർത്താവിന്റെ ആത്മ പറയാ, കടന്തല് കുത്തുന്നത് പോലെ ഒരു പ്രത്യേക ശക്തി വന്ന് തകർന്ന് നടുവിന്റെ അസ്ഥിയൊക്കെ ബന്ധിച്ചിട്ടേക്കുക. ഇപ്പോൾ തന്നെ വിടുതൽ സംഭവിക്കട്ടെ. എന്താന്ന് പറയാമോ? എന്താന്ന് പറയാമോ? ആ കൈ പൊങ്ങത്തില്ലയോ? എത്ര നാളായിട്ട്? ഇപ്പൊ കുറച്ച് നാള്. കർത്താവേ, ചിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് സന്തോഷിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ജീസസ്, കുറെ നാളായിട്ട് ഈ കൈ തളർന്നിട്ട് ഈ കൈ പൊക്കാൻ കഴിയത്തില്ല. യേശു തൊട്ടാ എന്നെ നോക്കി. യേശു തൊടുമ്പോ സന്തോഷത്തോടെ ഇരിക്കണം. കർത്താവേ, കർത്താവേ, ആ തളർന്ന കയ്യെ കർത്താവ് തൊടട്ടെ. ഞാൻ എന്നെ നോക്കി കണ്ണടക്കല്ലേ പ്ലീസ്. ഞാൻ ആ പിടി വിടുവാ. ഇനി ബാക്കി കർത്താവാ ചെയ്യും. ഞാൻ തൊടുന്ന പോലും ഇല്ല. ആമേ, ആ കൈ ഉയർത്തിയാണ്, തന്നെ ഉയർത്തിയാണ്. പോട്ടെ. ഒരു സപ്പോർട്ട് മാത്രം ഞാൻ ചെയ്യും. ഇനിയും താക്കട്ടെ. ഒരു ശകനാകുന്നോർത്ത് ഒന്ന് കൈ പൊക്കാനുള്ള അവസരം കൊടുത്തേ പ്ലീസ്. ഇച്ചിട്ട് നീ അവരെ കൈയൊന്ന് പൊക്കിക്കോട്ടെ. ശകലം കൂടെ നീങ്ങി. ഇനിയും പൊക്കിക്കോ, ചിരിച്ചോണ്ട്. ഒന്നൂടെ ചോദ്യം. ഇങ്ങോട്ട് തിരിഞ്ഞു തന്നെ ഇവരെല്ലാം നോക്കി നിൽക്കുക. കൈ പൊക്കാൻ പറ്റിയോ? കൈ പൊക്കാൻ പറ്റും. അമ്മി, ഈ കൈയല്ലേ പൊക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേ? അത് പറ്റിയല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന ആ വേദനയും പോയില്ലേ? എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ സൗഖ്യമാകുകയാ. കൈയൊന്ന് വീശി കാണിച്ചേ. കണ്ടോ നാളുകൾ കൊണ്ട് തളർന്നു പോയ കയ്യ നിങ്ങളുടെ മുമ്പിൽ വീശി കാണിച്ചു. യേശുവിന്റെ നാമത്തില് അക്കാലത്ത് തുടങ്ങാട്ടെ. ആ മോടെ തോളെ കൂടെ കൈയിട. ഇദ്ദേഹം ഒരു ഓപ്പറേഷന് വിധേയപ്പെട്ടു. ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് ഒരു വീർപ്പ് ആരംഭിച്ചു. ഇദ്ദേഹം ഒരു ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് ഒരു വീർപ്പ് ആരംഭിച്ചു. ആ വീർപ്പിനൊരു വേദന തുടങ്ങി.
നമ്മളൊന്നും ചെയ്തില്ല. പുള്ളി ഇവിടെ വന്ന് നിന്നപ്പോ എന്നോട് പറഞ്ഞു, ആ വീർപ്പും ഇല്ല, വേദനയില്ല. ശരിയാണോ? ശരിയാണ് സർ. ഇപ്പൊ വീർപ്പുമില്ല, വേദനയുമില്ല. വേദനയുമില്ല. കണ്ടോ, ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് വെളിയിലേക്ക് വീർത്തു വന്ന വീർപ്പും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ യേശു തൊടുകയാ. ഓ, സൗഖ്യമാക്കുന്ന യേശു. ധൈര്യമായിട്ട് മുന്നോട്ട്. അല്ലേ കർത്താവേ, ആ കാലുവേദന, അസ്ഥിയുടെ വേദന പൂർണ്ണമായി പോട്ടെ യേശുവിന്റെ നാമത്തിൽ. എന്താന്ന് പറയാം? യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനം അഴിയട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ജോയിന്റ്സിന്റെ പെയിൻ ഹീലാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ബലഹീനത എടുത്തു മാറ്റട്ടെ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.